സ്നേഹം നിറഞ്ഞ ബന്ധുജനങ്ങളെ, പശ്ചിമ കൊച്ചി ഹിന്ദു സംഗമം, ഹിന്ദു ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ ഹിന്ദു സംഗമത്തിൽ ഇവിടെ പങ്കെടുക്കാൻ സാധിക്കുക ഒരുപാട് സന്തോഷം എനിക്ക് തോന്നുന്നു ഈ വേദിയിൽ നിൽക്കുമ്പോൾ. അത് ഒരുപക്ഷെ ഈ മണ്ണിൻ്റെ ചരിത്ര പാരമ്പര്യമായിരിക്കാം, അതല്ലെങ്കിൽ ഇന്നത്തെ വർത്തമാനകാല യാഥാർത്ഥ്യമായിരിക്കാം. രണ്ടാണെങ്കിലും ഇവിടെ നിൽക്കുമ്പോൾ തികഞ്ഞ അഭിമാനവും അതിലുപരി സന്തോഷവും തോന്നുന്നു. എന്താണോ ഹിന്ദു ധർമ്മം അത് പ്രവർത്തിച്ച് കാണിച്ച മണ്ണാണ് ഈ പശ്ചിമ കൊച്ചിയുടെ മട്ടാഞ്ചേരി ഭാഗമൊക്കെ ഉൾപ്പെടുന്ന ഈ ഭാഗം. കാരണം നമുക്കറിയാം, ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ളതാണ് അതിൻ്റെ ആപ്തവാക്യമെങ്കിൽ മനുഷ്യന് വിഭാഗീയതകൾക്കപ്പുറത്ത്, അവൻ്റെ ദർശനങ്ങൾക്കും മതചിന്തകൾക്കും അപ്പുറത്ത് ഒന്നായി കാണാൻ സാധിച്ച ആ ചരിത്രം ഇന്ത്യയുടെ ചരിത്രത്തിൻ്റെ ഏടുകളിൽ എഴുതി പിടിപ്പിച്ചത് പശ്ചിമ കൊച്ചിയുടെ കൂടി സംഭാവനയാണ് എന്ന് നമുക്കറിയാം. ഇസ്രായേൽ എന്ന രാഷ്ട്രം 1948 രൂപം കൊണ്ടപ്പോൾ ആ ഇസ്രായേലിൻ്റെ പാർലമെൻറ്റിൽ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഇസ്രായേലിനെ ദൈവദത്ത ഭൂമിയായി അല്ലെങ്കിൽ ആശ്രയ കേന്ദ്രമായി, രക്ഷാകേന്ദ്രമായി തെരഞ്ഞെടുത്ത ജൂത ജനത ആ പാർലമെൻറ്റിൽ വെച്ച് അവരോരോ നാട്ടിലും അനുഭവിച്ച പീഡനങ്ങളുടെയും യാതനകളുടെയും കഥ ഓർത്തെടുത്തപ്പോൾ അവർക്ക് നന്ദിയോടെ സ്മരിക്കാനുണ്ടായിരുന്നത് കൊച്ചിയുടെയും പരിസര പ്രദേശത്തിൻ്റെയും, അതായത് ഭാരതത്തിൻ്റെ ഹൃദയ വിശാലതയെ ആയിരുന്നു അവർ ആ പാർലമെൻറ്റിൽ നന്ദിയോടെ സ്മരിച്ചത്. അത് ഹൈന്ദവ ധർമ്മത്തിൻ്റെ അന്തസ്സത്ത ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെയുള്ളവർക്ക് പെരുമാറാൻ സാധിച്ചതുകൊണ്ടാണ്. ഇവിടെ വരുന്ന ആരോടും നമ്മൾ അവരുടെ മതമേത്, പ്രവാചകനേത്, ഗ്രന്ഥമേത്, ആരാധനയേത്, ആഘോഷമേത് എന്ന് അന്വേഷിക്കാതെ തന്നെ ആ ഹിന്ദുവിൻ്റെ ഹൃദയ വിശാലതയ്ക്കനുസരിച്ച് അവരെയൊക്കെ നമുക്ക് സ്വീകരിക്കാൻ സാധിച്ചു. മടിത്തട്ടിൽ വെച്ച് അമ്മ മക്കളെ സംരക്ഷിക്കുന്നത് പോലെ തിരിച്ചു പോകാൻ അവരാഗ്രഹിക്കുന്നത് വരെ അമ്മ മടിത്തട്ടിൽ വെച്ച് മക്കളെ സംരക്ഷിക്കുന്നത് പോലെ സംരക്ഷിക്കാനും കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് ആ പാരമ്പര്യം പേറിയ മണ്ണിൽ വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞ തികഞ്ഞ ആത്മാഭിമാനം തോന്നുന്നു എന്നുള്ളത്. അതിലുപരിയായി സന്തോഷം തോന്നുന്നു. അത് മറ്റൊന്നുമല്ല, എൻ്റെയും നിങ്ങളുടെയും മാത്രമല്ല, കോടിക്കണക്കിന് ഹൈന്ദവരുടെ മനസ്സിൽ ഒരു മോഹമായി, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും അടുത്ത് നേടുമെന്ന് സാധിക്കുന്ന ഒരു ലക്ഷ്യമായ നമ്മുടെ രാമക്ഷേത്രം നമ്മുടെ സ്റ്റേജിലെ വലതുവശത്ത് അങ്ങനെ ഇരിക്കുന്ന ഒരു ഭാഗത്ത്, ആ രാമക്ഷേത്രത്തിൻ്റെ സന്തോഷത്തിൽ നമ്മളിവിടെ നിൽക്കുമ്പോൾ മറുഭാഗത്ത് നിങ്ങൾ അതിനുള്ള പ്രായോഗികമായ വഴി കൂടി കാണിച്ചു തന്നു. ഇതെങ്ങനെ നമുക്ക് സാധിക്കും? അത് സാധിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ഹിന്ദു ഐക്യത്തിലൂടെ. എല്ലാ ഹൈന്ദവ സംഘടനകളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇവിടെ ഒരു ഹൈന്ദവ സംഗമം നടത്തുമ്പോൾ നമുക്ക് നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് ഹിന്ദുവിൻ്റെ വേദനയുടെ ഇന്നലെകൾ പഴങ്കഥകളാക്കി മാറ്റിക്കൊണ്ട് ഇന്നിലൂടെ ശുഭാപ്തി വിശ്വാസത്തോടെ നാളെയിലേക്ക് നമുക്ക് കാലടികൾ വെക്കാൻ സാധിക്കും എന്നതിൻ്റെ ചില സൂചനകളാണ് എല്ലാ ഹിന്ദു സംഘടനകളും. ജാതി ഭേദവും രാഷ്ട്രീയ ഭേദവും മറന്ന് ഇവിടെ വരാൻ സാധിച്ചു എന്നുള്ളത്. അപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ ഒരു പ്രവർത്തക എന്ന നിലയിൽ ഈ പശ്ചിമ കൊച്ചിയിൽ ഇത്തരത്തിൽ വരാനും ഹിന്ദു ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ ഹിന്ദു സംഗമത്തിൽ പങ്കെടുക്കാനും സന്മനസ് കാണിച്ച ഹിന്ദുവിൻ്റെ ഐക്യത്തെപ്പറ്റി ബോധവാന്മാരായ എല്ലാ സമുദായ സംഘടനാ ഭാരവാഹികൾക്കും ഹിന്ദു ഐക്യവേദിയുടെ ഭാഗത്തു നിന്നുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കാൻ കൂടി ഞാൻ ഈ വേദി പ്രയോജനപ്പെടുത്തുന്നു. ഇത് കേരളത്തിന് ഒരു ദിശാസൂചകമായി മാറും എന്നുറപ്പാണ്. കാരണം വിവിധ ഭാഗങ്ങളിൽ ഈ ചിന്തയിലേക്ക് എല്ലാവരും വന്നു കഴിഞ്ഞു. ഇപ്പം ഇവിടെ വിവിധ സാമുദായിക സംഘടനകൾ ഒറ്റ മനസ്സായിക്കൊണ്ട് ഇന്നലെകളിൽ സംഭവിച്ചതെല്ലാം നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചത് മാത്രമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാ വിഭാഗം ഹിന്ദുവും ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ ഇതുപോലെ കേരളം മുഴുവനും ഒരുമിച്ച് കൂടിയേ മതിയാകൂ എന്ന് ഹൈന്ദവ സംഘടനകൾ, വിവിധ സാമുദായിക സംഘടനകൾ ഒരു തീരുമാനത്തിലെത്തുമ്പോൾ ഇതെന്തുകൊണ്ടായിരിക്കാം എന്ന് അന്വേഷിക്കാനാണ് ഞാൻ ഈ വേദി പ്രയോജനപ്പെടുത്തുന്നത്. എന്തുകൊണ്ട് വിവിധ സാമുദായിക സംഘടനകൾ മറ്റെല്ലാ ഭേദഭാവങ്ങളും മറന്നുകൊണ്ട് ഇനി നമുക്ക് ഒന്നിച്ചേ മതിയാകൂ എന്നൊരു ധാരണയിലെത്തുന്നു. ഇനി ഇത് മാത്രമല്ല, ഇവിടെ വന്ന ഹിന്ദു മാത്രമല്ല, ഇവിടേക്ക് വരണമെന്ന ആഗ്രഹമുള്ള ഒരുപാട് ഹിന്ദുക്കളും പശ്ചിമ കൊച്ചി ഭാഗത്തുണ്ട് എന്നെനിക്കറിയാം. പക്ഷേ ചില വിലക്കുകളെ കൊണ്ട്
അല്ലെങ്കിൽ ചില ഉൾഭയം കൊണ്ട് ഇങ്ങോട്ട് വരാൻ സാധ്യമല്ലെങ്കിലും ഇവിടെ നടക്കണത് എന്താണ് എന്ന് അറിയാൻ ആഗ്രഹമുള്ള ഒരുപാട് പേര് പുറത്തുണ്ട് എന്നുള്ളതൊരു സത്യം. വളരെ ഇച്ഛാഭംഗത്തോടുകൂടി വരണമെന്ന ആഗ്രഹം നടപ്പിലാവണില്ലല്ലോ എന്നുള്ള വിഷമത്തോടുകൂടി പുറകിലുള്ള ഒരുപാട് ഹിന്ദു ഈ ഭാഗങ്ങളിൽ, ഇവിടെ മാത്രമല്ല, എനിക്കിപ്പോൾ ഈ നാടിനെ പരിചയം ഉണ്ടായിട്ടില്ല, കേരളത്തിലെ എല്ലായിടത്തും ഹിന്ദു സംഘടനകൾ ഒരുമിച്ച് പരിപാടി നടത്തുമ്പോൾ വളരെ ഇച്ഛാഭംഗത്തോടെ പുറത്തു നിൽക്കുന്ന ഒരുപാട് ഹിന്ദുവുണ്ട്. അവരൊക്കെ ആഗ്രഹിക്കുന്നു ഹിന്ദു ഒന്നാകണം. നന്നാകുന്നതിൻ്റെ ആദ്യപടിയായി കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ ഹിന്ദു എന്നാൽ അദ്ദേഹം പൊതുവെ എല്ലാറ്റിനും ഒന്നായാൽ നന്നായി, നന്നായാൽ ഒന്നായി എന്നാണ്. ഇത് ഏറ്റവും കൂടുതൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുക ഹിന്ദു സമൂഹത്തിനാണ്. അപ്പം നന്നാകാൻ വേണ്ടി നമ്മളൊക്കെ ഒന്നാകാൻ തീരുമാനിച്ചിരിക്കുക. ഇതെന്തുകൊണ്ട്? ഇപ്പം ഈ കേരളത്തെ സംബന്ധിച്ച് നമുക്കറിയാം, ഇവിടെ ഇത്രയധികം രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ജനാധിപത്യ ബോധമുള്ള ഒരു നാട് ഇന്ത്യയിൽ മറ്റെവിടെയെങ്കിലും ഉണ്ടാകുമോ എന്ന് നമുക്ക് സംശയമാണ്. കാരണം ഇവിടെ സ്കൂളിൻ്റെ പടി പോലും കാണാത്തവരും വലിയ വലിയ രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുള്ള നാടാണ് കേരളം എന്ന് പറഞ്ഞാൽ. ഒരു പക്ഷേ മറ്റു പല സ്ഥലങ്ങളിലും ഉൾഭാഗങ്ങളിലേക്കൊക്കെ പോയിട്ട് ആരാപ്പോഴത്തെ പ്രധാനമന്ത്രി എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന നാടുകൾ ഉണ്ടായിരിക്കാം. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അന്നന്ന് നടക്കുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ ചാരായ ഷോപ്പിലാണെങ്കിലും ചായക്കടയിലാണെങ്കിലും വെച്ച് സവിസ്തരം ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള നാടാണ് കേരളം. എല്ലാവർക്കും അത്യാവശ്യം എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പൊ ഇവിടെയാണ് എന്തിന് ഹിന്ദു ഇങ്ങനെ ഭ്രാന്തമായ ഒരു ആവേശത്തോടു കൂടി ഒരുമിക്കുന്നു. എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോകുന്നു എന്ന തോന്നലില്, അല്ലെങ്കിൽ എന്തൊക്കെയോ നേടാനുണ്ട് എന്ന തോന്നലില് ഹിന്ദു ഇങ്ങനെ എല്ലാ ഭേദഭാവവും മറന്നുകൊണ്ട് ഒന്നിക്കാൻ തയ്യാറാകുമ്പോൾ ഇത്തരത്തിലൊരു ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ആദ്യം ചോദിക്കേണ്ടത്. കാരണം നമുക്കറിയാം, നമ്മുടെ ഇവിടെ 1,000 രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഇവരെല്ലാം പ്രവർത്തിക്കുന്നത് നാടിന് വേണ്ടിയല്ലേ, നാട്ടുകാർക്ക് വേണ്ടിയല്ലേ? കേരളത്തിൻ്റെ പ്രബുദ്ധതയെ പറ്റിയിട്ട് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. കഴിഞ്ഞ ഒരു മാസമായി നമുക്ക് ചെവിക്ക് വല്ല തോർച്ചയുണ്ടായിട്ടുണ്ടോ? ഭരണപക്ഷവും പ്രതിപക്ഷവും പത്രക്കാരും എല്ലാവരും കൂടി ഒരു സെക്കൻഡ് വായങ്ങട് അടച്ചിട്ടില്ല. കടപട തൊട്ടത് 99 വിവാദമാണ്. തൊട്ടത് 99 വിവാദം. കിഴക്കോട്ട് നോക്കിയാൽ വിവാദം, പടിഞ്ഞാട്ട് നോക്കിയാൽ വിവാദം, ആ പറഞ്ഞത് വിവാദം, പറഞ്ഞത് തിരുത്തിയ വിവാദം, തിരുത്തിയില്ലെങ്കിൽ വിവാദം. ഇങ്ങനെ വിവാദ കൃഷി നടത്തിയിട്ട് മാധ്യമങ്ങളിൽ നേതാക്കൾ അങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ ഞാനും നിങ്ങളും അനുഭവിക്കുന്ന നമ്മുടെ ആത്മാർത്ഥമായ പ്രശ്നങ്ങൾ ഈ നേതാക്കൾ എടുത്തിരുന്നുവെങ്കിൽ, അവരുണ്ടാക്കുന്ന വിവാദ വ്യവസായത്തിലേക്ക് ഇതിന് ചിലതുകൂടി എടുത്തിരുന്നുവെങ്കിൽ എനിക്കും നിങ്ങൾക്കും ഹിന്ദു സംഗമം നടത്തേണ്ടി വരുമായിരുന്നു. ഒരിക്കലും രാഷ്ട്രീയമോ സംഘടനാപരമായോ കാര്യങ്ങൾ പുറത്തു പറയാൻ ആഗ്രഹിക്കാത്ത നമ്മുടെ സാമുദായിക സംഘടനകൾ, ഹൈന്ദവ സംഘടനകൾ ഒറ്റക്കെട്ടായി വരുമായിരുന്നു. ഇവരേറ്റെടുത്ത്, കാരണം ലോകത്തെ എല്ലാ വിഷയങ്ങളും അവർ ഏറ്റെടുക്കുന്നുണ്ട്. അറബിക്കടലിൽ ഉപ്പിൻ്റെ അളവ് കൂടിയാൽ കുറഞ്ഞാൽ ചിലപ്പോൾ അതിനെ പറ്റിയിട്ട് 2 ദിവസം ചാനൽ ചർച്ചകൾ നടത്താൻ നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ തയ്യാറായിട്ടിരിക്കും. അപ്പോൾ അത്തരമൊരു അവസ്ഥയിൽ എൻ്റെയും നിങ്ങളുടെയും പ്രശ്നം അവർ ഏറ്റെടുക്കില്ലേ? നമ്മൾ പോളിംഗ് ബൂത്തിൽ പോകുന്നവരല്ലേ, നമ്മൾ വോട്ട് ചെയ്യുന്നവരല്ലേ, നമ്മൾ ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പാർട്ടിയെ മനസ്സിൽ വെച്ച് പൂജിക്കുന്നവരല്ലേ. അപ്പൊ എനിക്ക് നിങ്ങൾക്കും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നമാണ് ഇവിടെ കണ്ട ആവേശം, ആ പ്രശ്നമാണ് ഇവിടെ കണ്ട ആവേശവും, ആ പ്രശ്നമാണ് ഇവിടെ കണ്ട ആഹ്ലാദവും. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇങ്ങനെയെങ്കിലും ഒന്ന് ഒന്നിച്ചിരിക്കാൻ കഴിഞ്ഞുവല്ലോ എന്നുള്ള സന്തോഷമാണ് ഓരോരുത്തരുടെയും മുഖത്ത്. അതിൻ്റെയാണ് ആവേശം, വേറെ ഒന്നുകൊണ്ടല്ല. നമ്മൾ നാളെ അധികാരത്തിൽ കയറാൻ പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, നമ്മളൊരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ശക്തി പ്രകടനമല്ല ഇവിടെ നടക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ നമുക്കുള്ള പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാൻ ഇങ്ങനൊരു വേദിയെങ്കിലും ഒത്തുവരുന്നല്ലോ എന്നുള്ള ഒരു താഴത്തട്ടിലുള്ള പ്രാഥമികമായ ചിന്തയിൽ നിന്ന് ഉരുത്തിരിയുന്ന സന്തോഷവും ആവേശവും നിറഞ്ഞ മുഖങ്ങളാണ് നമ്മളിവിടെ എവിടെ നോക്കിയാലും കാണുന്നത്. അപ്പം നമുക്ക് എന്തിന് ഇത്തരം ആവേശം, നമുക്ക് എന്തിന് ഇത്രയും സന്തോഷം? നമ്മൾ ഇത്രയും രാഷ്ട്രീയക്കാർ ഇവിടെ ഉണ്ടാകുമ്പോൾ അവര് നമ്മുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് ചർച്ച ചെയ്യില്ലേ? ഇവിടെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കുമ്പിലും എന്തൊക്കെ ചർച്ചകൾ നടക്കുന്നു, എന്തൊക്കെ കോലാഹലങ്ങൾ നടക്കുന്നു. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഒരധ്യാപകന്റെ പേരും പറഞ്ഞ് നമ്മൾ 1 മാസം നടന്നു. ഒരധ്യാപകൻ ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ആ പോലീസുകാർ കൈകാര്യം ചെയ്യേണ്ട ഒരു ക്രിമിനൽ കേസ്, ആരെന്നോ എന്തെന്നോ ഏതെന്നോ അറിയാത്ത ഒരു ക്രിമിനൽ കേസിന്റെ പിന്നാലെ 1 മാസത്തിലധികമായിട്ട് കേരളം. അത് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ എല്ലാം ഒറ്റയടി, ഇതൊരു എല്ലാവരും കൂടി അറിഞ്ഞു കളിക്കുന്ന, ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ ഞാനും നിങ്ങളും ഈ രാഷ്ട്രവും ഈ സംസ്ഥാനവും അഭിമുഖീകരിക്കുന്ന പ്രധാന വിഷയങ്ങളെ നമ്മുടെ മനസ്സിൽ നിന്ന് മായ്ക്കാനും മാറ്റാനും ചെയ്യുന്ന ഒരു നാടകമാണോ എന്ന് പോലും ബുദ്ധിയുള്ളവർക്ക് തോന്നും. കാരണം ഞാൻ 3 മക്കളെ വളർത്തിയ ഒരമ്മയാണ്.
എൻ്റെ കുട്ടികൾ വല്ലേനുമൊക്കെ ശാഠ്യം പിടിച്ചാൽ ഞാൻ ചെയ്യാറ് വേറെ എന്തിലേക്കെങ്കിലും ഒന്ന് ശ്രദ്ധ തിരിക്കും. അവരിന്നതൊന്ന് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ പറയും, മോനെ കാക്ക പാറി പോണ് നോക്കാതെ പറയും. കാരണം കുട്ടിയുടെ ശ്രദ്ധ ഇവിടുന്ന് പോയിട്ട് കുട്ടി കാക്കയമ്പലിക്ക് തിരിയണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ അതൊരു സാധാരണ രക്ഷിതാവ് ചെയ്യുന്ന സൈക്കോളജിയാണ്. കുട്ടി ആവശ്യപ്പെട്ടെന്ന് ശ്രദ്ധ തിരിക്കാൻ വേറെ എന്തിലേക്കെങ്കിലും ഒന്ന് കാണിക്കുന്ന, അങ്ങോട്ട് നോക്കും മോനെ അതാ പൂച്ച കരയണം, അതാ പട്ടി കരയണം എന്ന് പറഞ്ഞ്. അപ്പം ഇതുപോലെ എന്തൊക്കെയോ അടവ് ഇവിടെ നടക്കുന്നുണ്ടോ? ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഇറങ്ങണ്ട. കാരണം എല്ലാം ഏറ്റെടുക്കാൻ തക്ക നാക്കിന് ബലവും മസിൽ പവറും, അതുകൊണ്ട് ഇപ്പൊ രാഷ്ട്രീയക്കാർക്ക് അതും വേണമെന്ന് നിർബന്ധമായി. മസിൽ പവറും ഒക്കെ ഉള്ളവര് എല്ലാ വിഷയങ്ങളും എടുത്ത് കൈകാര്യം ചെയ്യുമ്പോൾ നമ്മുടെ വിഷയം മാത്രം എന്താ എടുക്കാത്തത്? നിയമസഭയിൽ ഉണ്ടായ ഒരു മറ്റേ സംസ്കാര കൂടുതൽ കൊണ്ടുണ്ടായ തിക്കും തിരക്കും തള്ളലും. കാരണം എന്താ നിയമസഭ എന്ന് ആർക്കും അറിയാൻ വയ്യ. നിയമസഭ തല്ലൂടി ജയിക്കാനുള്ളതല്ല, നിയമസഭ മുദ്രാവാക്യം വിളിച്ച് ജയിക്കാനുള്ളതല്ല, അവിടെ നിയമം നിർമ്മിക്കാനുള്ളതാണ്. അതിൻ്റെ മുകളിലാണ് ചർച്ച നടക്കേണ്ടത്. അവിടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ, അതല്ലാതെ ആരാണോ ഗുസ്തി നടത്തിയിട്ട് അവിടെ, ഞാൻ മനസ്സിലാക്കിയിട്ടില്ല, അല്പസ്വല്പമൊക്കെ നമ്മളും പഠിച്ചിട്ടുണ്ട് ഇതിനെ പറ്റിയിട്ട്. ആ ഗുസ്തി നടത്തി എങ്കിൽ നമുക്ക് നല്ല ഗുസ്തിക്കാരെ തിരഞ്ഞെടുത്ത് പറഞ്ഞയച്ചാൽ മതിയായിരുന്നു. നമ്മളെന്തിനെ ഇങ്ങനെ ബുദ്ധിമുട്ടി? നല്ല ഗുസ്തി, നല്ല ശാരീരിക മേഖലയുള്ളവർ, നല്ല മുദ്രാവാക്യം വിളിക്കാം. ഇവരെ അങ്ങ് കയറ്റി വിട്ട് അവരെ അടിച്ച് തീരുമാനിക്കട്ടെ. പണ്ട് മൂപ്പളമ്മ തർക്കവും കേട്ടിട്ടുണ്ടോ? നമ്മളെ ചേകോമാരെ നിർത്തിയിട്ട് അടിച്ചിട്ട് മൂപ്പളമ്മ അംഗം വെട്ടി മൂപ്പളമ്മ തർക്കമൊക്കെ തീരുമാനിച്ചിരുന്നു. അതുപോലെ കേരളത്തിലെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ അംഗം വെട്ടി തീരുമാനിക്കട്ടെ ഇവര്. നമുക്ക് നാളെ മുതൽ അംഗച്ചേകവന്മാരെ തെരഞ്ഞെടുത്തയക്കാം, അല്ലെങ്കിൽ ഗുസ്തിക്കാരെ തെരഞ്ഞെടുത്തയക്കാം. അവിടെ നടക്കട്ടെ ആരാണ് മിടുക്കരെന്നുള്ളത്. അപ്പൊ അങ്ങനെ ഓരോ വിഷയങ്ങളിലും അംഗം വെട്ടുമ്പോൾ അവിടെ ഉണ്ടായ ഒരു ഉന്തിലും തിരക്കിലും പെട്ട് എന്നെ പിച്ചേ, എന്നെ മാന്തിയേ, അവരെ പിടിച്ചേ, ഇവരെ പിടിച്ചേ, പീഡനം നടത്തിയേ, രണ്ട് വിഭാഗവും പരമാവധി സെൻസേഷണലായിട്ട് കൈകാര്യം ചെയ്തപ്പോൾ നമ്മൾ അറിയേണ്ട ഒരു വിഷയമുണ്ട്. ഈ കേരളത്തില് 10,000 പെൺകുട്ടികൾ ഇവിടെ ഒഴുകുന്ന കള്ളപ്പണത്തിന്റെയും കള്ളക്കടത്തിന്റെയും കള്ളനോട്ടിന്റെയും കുത്തൊഴുക്കില് 10,000 പെൺകുട്ടികൾക്ക് അവരുടെ ജീവിതം നശിച്ചപ്പോ, അവരുടെ പെറ്റ തള്ളന്മാര് നെഞ്ചത്തലച്ച് കണ്ണെന്ന് ചോര ചാടിച്ചപ്പോ കേരള നിയമസഭയിൽ ഒരു അംഗത്തിന് സാധിച്ചു അതൊന്ന് ഉന്നയിക്കാന്. ഇവിടെ എന്നെ നുള്ളി, എന്നെ പിച്ചി, അവളെ പീഡിപ്പിച്ചു, അവരെ ഇത് ചെയ്തു, പറഞ്ഞ വാക്ക് ശരിയായില്ല, വായയുടെ കോടല് ശരിയായില്ല, അല്ലെങ്കിൽ മൂക്ക് പിടിച്ചത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോലാഹലം നടത്തുന്നവര് 5,000 കുടുംബങ്ങളിൽ വീണ രക്തത്തിന്റെ കണ്ണുനീര് രക്തമായി ചാടിയത് തിരിച്ചറിഞ്ഞു, ചർച്ച ചെയ്തു. കഴിഞ്ഞില്ല. എന്നെ നുള്ളി, എന്നെ പിച്ചി, സ്ത്രീകളെ അപമാനിച്ചു, സ്ത്രീകളെ പറ്റി അത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കോലാഹലം നടത്തി പത്രമാധ്യമങ്ങളുടെ വിലപ്പെട്ട സമയവും പേജും അപഹരിക്കുന്നവര് ഈ കഴിഞ്ഞ ഒരു മാസത്തിന് മുൻപേ 1-2 മാസക്കാലം ഇവിടുത്തെ ഹൈന്ദവ സംഘടനകൾ നടത്തിയ ഒരു ചെറിയ സമരത്തെ പറ്റിയിട്ട് ഞങ്ങളുടെ മനസ്സിലത് വലിയ സമരമായിരുന്നു. ഇവിടുത്തെ ഏതെങ്കിലും ജനപ്രതിനിധികള്, ഇവിടുത്തെ രാഷ്ട്രീയക്കാരറിഞ്ഞു? വീട്ടില് മക്കൾക്ക് പച്ചരി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കണ്ട ബ്ലേഡുകാരൻ്റെ ഉമ്മർത്ത് പോയിരിക്കേണ്ട പാവപ്പെട്ട ഹിന്ദു സ്ത്രീകളുടെ ഗതികേടിനെ പറ്റിയായിരുന്നു ഹിന്ദു സംഘടനകൾ സമരം നടത്തിയത്. കാരണം നമുക്കൊക്കെ അറിയാം, ഇവിടങ്ങളിലൊക്കെ സമരം നടന്നിട്ടുണ്ടാകും. മുത്തൂറ്റ് പാപ്പച്ചൻ ഗ്രൂപ്പിന്റെ മുത്തൂറ്റ് ഫിൻകോർപ്പ് എന്ന് പറയുന്ന ബ്ലേഡ് കമ്പനി, അതിൽ 100 കണക്കിന് രാജ്യം മുഴുവനുള്ള അതിന്റെ ബ്രാഞ്ചുകളിൽ 100 കണക്കിന് ഹിന്ദു സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ട്. വീട്ടിൽ പച്ചരി വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ടല്ല, മക്കൾക്ക് പച്ചരി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അതിൽ ജോലി ചെയ്യുന്നുണ്ട്. അത് മുതലെടുത്തുകൊണ്ട് അവരിറക്കിയ ഒരു ഉത്തരവ്, അവരുടെ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർ പൊട്ടു തൊടാൻ പാടില്ല, സിന്ദൂരം തൊടാൻ പാടില്ല, സീമന്തരേഖയിൽ സിന്ദൂരിടാൻ പാടില്ല, ചന്ദനം ഇടാൻ പാടില്ല, എന്നെ നുള്ളി, എന്നെ പിച്ചി, അല്ലെങ്കിൽ സ്ത്രീകളെ വാക്കുകൊണ്ട് അപമാനിച്ചു, നോട്ടം കൊണ്ട് അപമാനിച്ചു, ആംഗ്യം കൊണ്ട് അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട് അലക്കുന്നവര്, കേസ് കൊടുക്കുന്നവര്, കേസിന് മറുകേസുമായിട്ട് നടക്കുന്നവര്, ഇവിടുത്തെ ഇടത് വലതു പക്ഷങ്ങള്, നിയമസഭയിൽ എന്നെയും നിങ്ങളെയും പ്രതിനിധീകരിക്കുന്നവര് അറിഞ്ഞു? പാവപ്പെട്ട സ്ത്രീകള് പച്ചരി വാങ്ങിക്കാൻ വേണ്ടി നെറ്റിയിലെ സിന്ദൂരം വാങ്ങിക്കേണ്ടി വന്നത് ഒരു രാഷ്ട്രീയക്കാരൻ അത് എടുത്തുവോ? വേണ്ട, ഇവിടുത്തെ പത്രക്കാരൻ കൊടുത്തുവോ? ചിന്തിക്കാം നമ്മൾ. ഇതിനൊക്കെ പത്രമാധ്യമങ്ങൾ സ്ഥലം കൊടുക്കണു. ഇവിടുത്തെ ഹിന്ദു സംഘടനകൾ തെരുവിലിറങ്ങിയിട്ട് ഇവിടുത്തെ മുഖ്യധാര പത്രങ്ങളിൽ ഒരു വരി വന്നില്ല. എന്തുകൊണ്ട്? ഹിന്ദു സംഘടനകൾ ഈ സമരം ഏറ്റെടുത്തപ്പോൾ മുത്തൂറ്റ് ഫിൻകോർപ്പറേഷൻ പരസ്യം ഫ്രണ്ട് പേജിലാണ് കൊടുത്തു, മാതൃഭൂമിക്കും മനോരമയ്ക്കൊക്കെ. അതോടുകൂടി അവരുടെ വായടഞ്ഞു. ഫ്രണ്ട് പേജിലാണ് പരസ്യം ഹിന്ദു പിന്നെ ഇവിടെ സമരത്തിന്റെ പേര് സ്ഥലം കൊടുക്കാൻ, അവിടെ സമരം നടന്നു, ഇവിടെ സമരം നടന്നു എന്ന് കൊടുക്കാൻ അവർക്ക് എവിടെ സ്ഥലം? ഫ്രണ്ട് പേജിൽ വലിയൊരു പരസ്യമാണ് വന്നു. അവർ ലക്ഷങ്ങളും കോടികളും കൈയടക്കി. അപ്പൊ ഇവിടെ നടക്കുന്ന ഈ പ്രശ്നങ്ങൾ ഈ കാക്കയെ കാട്ടി കുട്ടിയുടെ ശ്രദ്ധ തിരിക്കാനുള്ളതല്ലേ? ഈ പാവപ്പെട്ട ഇവിടെ സ്ത്രീ സംഘടനകൾ ഉണ്ടായിരുന്നു, ഇറങ്ങി
നെറ്റിയിൽ സിന്ദൂരമിടാൻ സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞ ഒരു സംഘടനയ്ക്കെതിരെ ഇവിടുത്തെ സ്ത്രീ സംഘടനകൾ ഇറങ്ങി, ഇവിടുത്തെ മനുഷ്യാവകാശക്കാരിറങ്ങി. ഇത് മനുഷ്യാവകാശത്തിൻ്റെ ഭാഗമല്ലേ? അവനവൻ്റെ മറ്റേ സുമംഗലി പട്ടം കാണിക്കാൻ, അതുമല്ലെങ്കിൽ ദീർഘ സുമംഗലിയാകാനുള്ള പ്രാർത്ഥനയുമായിട്ട് സീമന്തരേഖയിൽ സിന്ദൂരം വരയ്ക്കുന്ന ഒരു സ്ത്രീക്ക് നിർബന്ധിത വൈധവ്യം അനുവദിച്ചു കൊടുക്കുന്ന 10 ഉറുപ്പ്യയുടെ പച്ചരി വാങ്ങാൻ ഗതികെട്ട് മുന്നിൽ ചെല്ലുന്നവർക്ക് നിർബന്ധിത വൈധവ്യം വിധിച്ചു കൊടുക്കുന്ന ഈ ഒരവസ്ഥയെ പറ്റിയിട്ട് ചിന്തിച്ചു, ചർച്ച ചെയ്തു. ഹിന്ദു സംഘടനകളുടെ സമരത്തിന് മുന്നിലാണ് അവസാനം മുത്തൂറ്റ് ഫിൻകോർപ്പിന് ആ ഓർഡർ പിൻവലിച്ച് മുട്ടുമടക്കേണ്ടി വന്നത്. ഹിന്ദു സംഘടനകൾ മാത്രം. ചിന്തിച്ചു നോക്കുക. രാഷ്ട്രീയക്കാർ അറിഞ്ഞില്ല, ബുദ്ധിജീവികൾ കേട്ടില്ല, മാധ്യമങ്ങൾ കണ്ട ഭാവം നടിച്ചില്ല. ഇവിടുത്തെ ഹിന്ദു സംഘടനകൾ, അതിൽ എല്ലാ ജാതിയിലും പെട്ട ഹിന്ദു ഉണ്ട്, അതിലെല്ലാ രാഷ്ട്രീയത്തിലും പെട്ട ഹിന്ദു ഉണ്ട്. ഇതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് ഇവരുടെ ഹെഡ് ഓഫീസിൽ ചെന്ന സമയത്ത് ഹിന്ദു ഐക്യവേദിയുടെ ഭാരവാഹികൾക്ക് കാണാൻ സാധിച്ചത് 40ഓളം സ്ത്രീകളോട് ജോലി ചെയ്യുന്നു. ഈ സ്ത്രീകളുടെ ഒക്കെ മുഖത്ത് നോക്കിയ വിധവകളെ പോലെ. കാരണം മുഖത്തൊരു സിന്ദൂരമില്ല, ചന്ദനമില്ല, സീമന്തരേഖയിൽ ഒരു കുറിയില്ല, ഒന്നുമില്ല. വിധവകളെ പോലെ 40ഓളം സ്ത്രീകൾ അതിനകത്ത് മുഖത്തൊരു തെളിച്ചം പോലും ഇല്ലാതെ ഇരുന്ന് ജോലി ചെയ്യുന്നു. പച്ചരിക്ക് വേണ്ടി പാവം പെൺകുട്ടികളെ, സ്ത്രീകളെ ഇതുപോലെ അപമാനിക്കുന്ന, അവഹേളിക്കുന്ന, അടിമയാക്കുന്ന ഒരു നിയമം ഇവിടെ വന്നിട്ട് ഹരി ശിവ എന്ന് മിണ്ടാത്തവരാണോ? നമ്മളെ വിഡ്ഢികളാക്കിക്കൊണ്ട് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി, എന്നെ പിച്ചി, എന്നെ കൊഞ്ഞനം കുത്തി എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ മാധ്യമങ്ങളുടെയും എൻ്റെയും നിങ്ങളുടെയും വിലപ്പെട്ട സമയം ചെലവഴിക്കുമ്പോൾ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി അവരെ തള്ളാൻ ഇതുപോലുള്ള കൂട്ടായ്മകൾക്കേ സാധിക്കുകയുള്ളൂ. അവരർഹിക്കുന്നത് അവജ്ഞയാണ്. കേരളത്തിൻ്റെ പ്രധാനമായ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടിപ്പിച്ചുകൊണ്ട് അവർ കാണിക്കുന്ന ഈ നാടകം അത് അർഹിക്കുന്നത് അവജ്ഞയാണ്. അത് തള്ളിക്കളയാൻ ഇതുപോലുള്ള കൂട്ടായ്മകൾക്കേ സാധിക്കുള്ളൂ. കുറച്ചു പേരെ എല്ലാ കാലത്തേക്കും വിഡ്ഢികളാക്കാം, എല്ലാവരെയും കുറച്ചു കാലത്തേക്ക് വിഡ്ഢികളാക്കാം, എല്ലാവരെയും എല്ലാ കാലത്തേക്കും വിഡ്ഢിയാക്കാൻ കഴിയില്ല എന്നതിൻ്റെ തെളിവാണ് ഈ ഹിന്ദു കൂട്ടായ്മ. പ്രശസ്തമായ നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിക്കാര് അവിടുത്തെ മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് 85 ലക്ഷം രൂപ ഗുരുവായൂർ ക്ഷേത്രം അടക്കണം എന്ന് പറഞ്ഞു. ഈ നുള്ളിലും പിച്ചിലും മാന്തിലും മാറിപ്പോകുന്ന വസ്തുതയാണ്. 85 ലക്ഷം രൂപ ഗുരുവായൂർ ക്ഷേത്രം അടക്കണത്രേ മുനിസിപ്പാലിറ്റിയിലേക്ക്. എന്തുകൊണ്ടാ? ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ധാരാളം ഭക്തർ വരുന്നുണ്ട്, അവിടെ ധാരാളം മാലിന്യം ഉണ്ടത്രേ. ഏതായാലും അറവ് മാലിന്യൊന്നും ഗുരുവായൂരപ്പൻ്റെ ആളുകൾ കൊണ്ട് കള്ളുന്നുണ്ടാവില്ല. അപ്പോൾ 85 ലക്ഷം രൂപ കൊടുക്കണം മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഗുരുവായൂർ ക്ഷേത്രം. ഗുരുവായൂർ ക്ഷേത്രം ഇല്ലെങ്കിൽ ഗുരുവായൂർ മുനിസിപ്പാലിറ്റി ഉണ്ടോ? ആ ക്ഷേത്രമില്ലെങ്കിൽ അവർക്ക് അവിടെ ടാക്സ് എന്തിൽ നിന്ന് കിട്ടുന്നു? ആ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയുടെ വരുമാനം എന്തിൽ നിന്നാണ്? ഈ ക്ഷേത്രവും അതിൻ്റെ അനുബന്ധിച്ച കച്ചവട സ്ഥാപനങ്ങളും അല്ലെങ്കിൽ മറ്റ് ജീവനക്കാരുടെ പ്രൊഫഷണൽ ടാക്സും അടക്കം കോടിക്കണക്കിന് രൂപ ഈ ഒരൊറ്റ ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് പിരിച്ചുകൊണ്ടു പോകുന്നവർ. 85 ലക്ഷം ചോദിച്ചത് ഒന്നിച്ചില്ലാനും കോടിയായിരുന്നു. കാട്ടിലെ മരം തേവരുടെ ആന വലിയ ദേവസ്വം ബോർഡുകാർക്ക് എന്ത് പോയി? അവർ പറഞ്ഞു നിങ്ങൾ ചോദിച്ചാത്രയില്ല, ഞങ്ങൾ 85 ലക്ഷം തരാം. ആരുടെ? അവർക്കാർക്കും സ്ത്രീധനം കിട്ടിയ മുതലെടുത്തിട്ടല്ല കൊടുക്കണേ, ഗുരുവായൂരപ്പൻ്റെ ഭണ്ണാരത്തിലെ കാശെടുത്തിട്ട് കൊടുക്കാമെന്ന് കാരണം എന്താ? ദേവസ്വം ബോർഡ് ഭരിക്കണതും ഗുരുവായൂർ മുനിസിപ്പാലിറ്റി ഭരിക്കണതും ഒരേ വിഭാഗമാണ്. പിന്നെ ഒരു പ്രശ്നമില്ല. 85 ലക്ഷം രൂപ ആരോട് ചോദിച്ചിട്ട്, ആരുടെ അംഗീകാരം മേടിച്ചിട്ട്? അതിവിടുത്തെ ഭക്തന്റെ പണമാണ്. 85 ലക്ഷം രൂപ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഗുരുവായൂർ ക്ഷേത്രം കൊടുക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ചില്ലറ ചോദ്യങ്ങളുണ്ട്. അടുത്ത കാലത്ത് വാഴ്ത്തപ്പെട്ട അൽഫോൺസാമ്മ പാലായിൽ, ആ അൽഫോൺസാമ്മയുടെ കബറിടത്തിലേക്ക്, അൽഫോൺസാമ്മയുടെ ദേവാലയത്തിലേക്ക് വരുന്ന ആയിരങ്ങൾ. ഗുരുവായൂരപ്പ ഭക്തർക്ക് മാലിന്യം ഉണ്ടെങ്കിൽ ഇവർക്ക് മാലിന്യം ഉണ്ടാവും. അതിന്റെ പേരിൽ പാലാ മുനിസിപ്പാലിറ്റിയിലേക്ക് അൽഫോൺസാമ്മയുടെ ദേവാലയത്തിൽ നിന്ന് എത്ര രൂപ കൊടുക്കുന്നുണ്ട് മാലിന്യ നിർമ്മാർജ്ജനത്തിന്? അതറിഞ്ഞിട്ട് കൊടുക്കാൻ ഗുരുവായൂരത്തെ പൈസ അവിടെ എത്രത്തോളം കൊടുക്കുന്നുണ്ട്? തിരുവനന്തപുരം ഭീമാപള്ളിയിൽ അവിടെ വരുന്ന ഭക്തജനങ്ങള്, തീർത്ഥാടകര്, അവർക്കും ഉണ്ടാകും മാലിന്യം. തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായിട്ട് ഭീമാപള്ളിയിൽ നിന്ന് എത്ര രൂപ കൊടുക്കുന്നുണ്ട് അറിയട്ടെ നമ്മൾ. മലയാറ്റൂർ പള്ളിയിൽ, ആയിരങ്ങൾ വരുന്ന മലയാറ്റൂർ പള്ളിയിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് എത്ര രൂപ കൊടുക്കുന്നുണ്ട്? അതൊക്കെ അറിഞ്ഞിട്ട് ഹൈന്ദവ ക്ഷേത്രത്തിൽ നിന്നും കൊടുക്കാം എന്ന് പറയണമെങ്കിൽ, നട്ടെല്ലോടുകൂടി പറയണമെങ്കിൽ ഹിന്ദു സംഘടനകൾ വേണ്ടി വന്നു. നുള്ളി പിച്ചി മാന്തി എന്ന് പറഞ്ഞവരാ വഴിക്കില്ല. ഭക്തന്റെ പ്രശ്നം, അവിടെ പോവാത്തവരില്ല. നുള്ളി പിച്ചി മാന്തി എന്ന് പറഞ്ഞിട്ട് കിടന്ന് കളിക്കുന്നവർ അറിഞ്ഞില്ല.
അവരറിഞ്ഞതായിട്ട് ഭാവിച്ചില്ല. കാരണം ഇത്തരത്തിൽ നമ്മുടെ നൂറ് നീറുന്ന പ്രശ്നങ്ങൾ ഇവിടെ കിടക്കുമ്പോൾ അതിനെയൊക്കെ മറികടന്ന് പോകാനാണ് നുള്ളി പിച്ചി മാന്തി ഞാൻ പറഞ്ഞില്ല കാക്കയെ കാണിച്ചു കൊടുക്കണ മാതിരി അതിലേക്ക് ശ്രദ്ധ തിരിക്കുമ്പോൾ നമ്മൾ അന്നമാ തിന്നുന്നത്. അതുകൊണ്ട് തന്നെ വർത്തമാനകാല യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ ഒരുമിക്കുന്നു. ഹിന്ദുവിൻ്റെ പ്രശ്നങ്ങൾ ഇവർക്കാർക്കും ബാധകമല്ല. ഗുരുവായൂർ ക്ഷേത്രത്തിലെ മാലിന്യം ഉണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റിക്ക് നീക്കാൻ ബാധ്യതയില്ല, അത് ഗുരുവായൂരപ്പൻ നീക്കിക്കൊള്ളണം. അതല്ലെങ്കിൽ ശബരിമലയിലേക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അത് അവിടെ വരുമാനം കണ്ടെത്തിക്കൊള്ളണം. ഇതിലൊന്നും ഒരാക്ഷേപമില്ല. എന്നാൽ അതേസമയം തിരുവനന്തപുരം അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കല്ലറകൾക്കുള്ളിൽ 1,00,000 കോടിയുടെ സമ്പത്തുണ്ട് എന്ന് അറിഞ്ഞപ്പോ പൊളിച്ച വായ ഇതുവരെ അടച്ചിട്ടില്ല. അത്ഭുതം കൊണ്ട് മാത്രമല്ല വായി പൊലമ്പാൻ ആ കല്ലറയുടെ തുറന്നതാ പലരും വായ പൂട്ടിയിട്ടേയില്ല. ഗുരുവായൂരപ്പന്റെ മാലിന്യം ഗുരുവായൂരപ്പ ഭക്തൻ്റെത് മാത്രമാണെങ്കിൽ, പുല്ലുമേട് മരിച്ച ശവങ്ങൾ ഹിന്ദുവിൻ്റെത് മാത്രമാണെങ്കിൽ പത്മനാഭസ്വാമിയുടെ സ്വത്ത് എങ്ങനെയാ പൊതുമുതലാകുക? മാലിന്യങ്ങൾ വേണ്ടാത്തവർക്ക്, ശവം വേണ്ടാത്തവർക്ക്, ദാരിദ്ര്യം പങ്കുവെക്കാൻ തയ്യാറല്ലാത്തവർക്ക് സ്വത്തിന് മാത്രമായിട്ട് എങ്ങനെയാ അവകാശം പറയാൻ പറ്റുക? ഇത് പൊതുമുതലല്ല. ഗുരുവായൂരപ്പന്റെ മാലിന്യം പൊതുമുതലല്ല. ഗുരുവായൂർ വരുന്ന ഭക്തജനങ്ങളുടെ മാലിന്യം പൊതുമുതലല്ല. പക്ഷേ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സമ്പത്ത് പൊതുമുതല. വെറുതെ ഒന്ന് ചിന്തിച്ചു വെക്കുക. ആ കുട്ടിയോട് തമാശയ്ക്ക് മെസ്സേജ് അയച്ചിരുന്നു. അത് വളരെ അർത്ഥവത്താണെന്ന് എനിക്ക് തോന്നി ഇത് കണ്ടപ്പോൾ. കുട്ടികൾ അയച്ച മെസ്സേജ് വേറെ ഒന്നുമല്ല, ഒരു കല്ലറ തുറക്കാത്തുണ്ടല്ലോ, ആ കല്ലറ തുറക്കാത്ത എന്താ വെച്ചാൽ അത് തുറന്നാൽ ചിലപ്പോ ക്ഷേത്രത്തിൽ നിന്ന് കൊടുക്കാനുള്ള കടത്തിന്റെ പട്ടികയും അതെങ്ങനെ കേരള ഗവൺമെന്റ് കൊടുക്കും. അങ്ങനെയായിരുന്നു. കുട്ടികളെ തമാശയ്ക്ക് വിടുന്നതാണ്, കുട്ടികളെ തമാശയ്ക്ക് മെസ്സേജ് അയക്കണത്. എന്നാലും ആ കുട്ടികളുടെ ബുദ്ധി നമ്മൾ ചിന്തിക്കണം. അത് സത്യമാണ്. എങ്ങാനും കൊടുക്കാനുള്ള കടമായിരുന്നെങ്കിൽ ഞങ്ങൾ ഈ നാട്ടുകാരേ അല്ല മാവുലായിക്കാരാന്ന് പറയുന്നത്. ഞങ്ങൾ ഈ നാട്ടുകാരേ അല്ല. ഇവിടുത്തെ ചിന്തിക്കുക, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വിളക്കേക്കാൻ വഴിയുണ്ടായിരുന്നില്ല എന്ന് കൂട്ടുക, പൊതുമുതലായി കൂട്ടുവോ? തലസ്ഥാനത്തുള്ള ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടേ ഖജനാവിന്ന് പൈസ നീക്കി വെക്കുവോ? ബഡ്ജറ്റിൽ പാസ്സാക്കുവോ? അവിടെ അന്ത്യത്തിരിക്ക് വഴിയില്ലായിരുന്നെങ്കിൽ കത്തിക്കാന് മാറ്റിവെക്കുവോ? അവിടെയാണ് ഇതിനെ പൊതുമുതൽ എന്ന് പറഞ്ഞുകൊണ്ട് ചാടിക്കളിക്കുന്നത്. എന്തുകൊണ്ട്? വിഷയം ഹിന്ദുവിൻ്റെതായതുകൊണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഭഗവാന്റെ സമ്പത്ത്, ഭക്തർ സമർപ്പിച്ച സമ്പത്ത് മറ്റാരുടേതുമല്ല, രാജാവിൻ്റെതല്ല, രാജ്യത്തിൻ്റെതല്ല, ഭഗവാന്റെ മാത്രമായ സമ്പത്ത്. ആ സമ്പത്ത് ഇത്രയും കാലം സംരക്ഷിച്ച് നിർത്തിയ സമ്പത്ത്. അതിൻ്റെ പേരിൽ അവകാശങ്ങളും ആക്രോശങ്ങളും ഏറെ നടക്കുന്നു. ഇവിടെ ചിലർ അപമാനിക്കാൻ വരെ ഇതിനൊരു അവസരമാക്കി. ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുള്ള പ്രസ്ഥാനം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുള്ള പ്രസ്ഥാനം ഭാരതീയ ജനതാ പാർട്ടിയല്ല, ഹിന്ദു ഐക്യവേദിയല്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുള്ള പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി ഏതാന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം CPIM എന്നുള്ളത്. ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് CPIM ആണ് ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി. ഹിന്ദുവിൻ്റെ വിഷയങ്ങൾ ഏറ്റെടുക്കാൻ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ബാധ്യതയുള്ളതും CPIM-നാണ്. കാരണം തങ്ങളുടെ അണികളിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു ഭൂരിപക്ഷം പ്രവർത്തിക്കുന്നത് CPIM-ലാണ്. തങ്ങളുടെ ആശയായി ആവേശമായി അവർ ആ പ്രസ്ഥാനത്തെ തെരഞ്ഞെടുത്തു. തങ്ങളുടെ ദാരിദ്ര്യത്തിന്, തങ്ങൾ നേരിടുന്ന അസമത്വങ്ങൾക്ക് ഇതിലൂടെ പരിഹാരം കാണാം എന്നുള്ള അവരുടെ ചിന്തയായിരിക്കാം ഇവിടുത്തെ ലക്ഷക്കണക്കിന് ഹിന്ദുക്കളെ CPIM-ന് എത്തിച്ചത്. എങ്കിൽ അവരവരുടെ ഭാവി ഭാഗധേയം ആ പ്രസ്ഥാനത്തെ ഏൽപ്പിക്കുമ്പോൾ ആ പ്രസ്ഥാനത്തിന് ബാധ്യതയുണ്ട് ഇവിടുത്തെ ഹിന്ദുവിൻ്റെ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ, ഇവിടുത്തെ ഹിന്ദുവിന് വേണ്ടി സംസാരിക്കാൻ. പക്ഷെ അവർ ചെയ്തതെന്താ? ഈ 1,00,000 കോടിയുടെ സമ്പത്ത് കണ്ടപ്പോൾ അത് ഹിന്ദുവിനെ അപമാനിക്കാനുള്ള അവസരമായി തെരഞ്ഞെടുത്തു. ബഹുമാനപ്പെട്ട പിണറായി വിജയൻ പാർട്ടിയുടെ അഭിപ്രായമായിട്ട് പറഞ്ഞു, അത് പൊതുമുതലാക്കണം, അത് ഹിന്ദുവിൻ്റേതല്ല. അതായത് എപ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഞങ്ങൾ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ആദ്യം എന്തായാലും പൊതുമുതലായിട്ട് പ്രഖ്യാപിക്കുക, അതിനുശേഷം അത് എന്ത് വേണം, പാർട്ടി ഫണ്ടിലേക്ക് മാറ്റണോ, അതോ തീവ്രവാദികളുടെ സ്പെഷ്യൽ ഫണ്ടിലേക്ക് കൊടുക്കണോ, അവർക്ക് ആയുധം വാങ്ങാൻ വേണ്ടി ഉപയോഗിക്കണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ വഴിയാലെ പറയാം. നിങ്ങൾ കാക്കിൻ ഖണ്ഡശ വരും എൻ്റെ പ്രസ്താവന. അതുവരെ ഹിന്ദുക്കൾ കാത്തേ പറ്റൂ. അത് അവിടേക്ക് നിക്ഷേപിച്ച ഭക്തന് വാക്കില്ല, അത് സംരക്ഷിച്ച മഹാരാജാവിന് വാക്കില്ല, ക്ഷേത്രത്തിന് വാക്കില്ല. ഒരു ക്ഷേത്രം തകർന്നാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു എന്ന് പ്രചരിപ്പിക്കുന്നവര് ഞങ്ങൾ പറയാം എന്തൊക്കെ ചെയ്യണമെന്നുള്ളത്. അതനുസരിച്ച് നിങ്ങൾ അങ്ങനെ ചെയ്തോളണം. ഞാൻ ഒരാഴ്ചയ്ക്ക് ഓരോ പ്രസ്താവന തരാം. അടിയൻ റാൻ ഹിന്ദുക്കൾക്ക് വണങ്ങിയല്ലേ പറ്റൂ, ഏറ്റവും വലിയ ഹിന്ദു പാർട്ടിയല്ലേ പറയണത്. അപ്പൊ ഇത് പൊതുമുതലാക്കണം. ഒരു പരിധി കൂടി കടന്നു പറഞ്ഞു,
അത് രാജ്യത്തിൻ്റെ മുതലാണ്. രാജാവ് ചൂഷണം ചെയ്തുണ്ടാക്കിയ മുതലാണ്. രാജാവിൻ്റെ ക്ഷേത്രമാണ്. അതുകൊണ്ട് രാജാവ് ചൂഷണം ചെയ്തുണ്ടാക്കിയതാ, അത് രാജ്യത്തിൻ്റെ മുതലാണ്, ഇവിടുത്തെ സാധാരണക്കാരൻ്റെ മുതലാണ്. അംഗീകരിക്കുന്നു മിസ്റ്റർ പിണറായി വിജയൻ ഞങ്ങൾ. പക്ഷേ ഇന്ത്യയിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ കയറിയത് കേരളത്തിലായിരിക്കാം. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യം വളർന്നത് കേരളത്തിലല്ല, അത് ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശിലാണ് ശക്തമായിട്ട് വളർന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നാട്ടുരാജ്യം തിരുവിതാംകൂർ അല്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പത്തുള്ള ഭരണാധികാരി തിരുവിതാംകൂർ രാജാവല്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ നാട്ടുരാജ്യം ഹൈദരാബാദായിരുന്നു. ആന്ധ്രാപ്രദേശിലെ ഹൈദരാബാദായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ നാട്ടുരാജ്യം. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ ഭരണാധികാരി ഹൈദരാബാദിലെ നൈസാമായിരുന്നു. ഈ ഹൈദരാബാദ് അടങ്ങുന്ന ആന്ധ്രാപ്രദേശിലാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ പിച്ചവെച്ചത്. കേരളത്തെക്കാൾ മുമ്പേ കേരളത്തിലെ ഹിന്ദു നെഞ്ചേറ്റിയതുകൊണ്ട് അധികാരത്തിൽ കയറാൻ പറ്റിയത്. അതില്ലാത്തത് കൊണ്ട്, ആന്ധ്രാപ്രദേശിലെ ഹിന്ദുവിന് വിവരമുള്ളതുകൊണ്ട് അവർ നെഞ്ചേറ്റിയത് കൊണ്ട് ഇതുപോലെ ഇങ്ങോട്ട് അധികാരത്തിൽ കയറാൻ സാധിച്ചില്ല, ഒറ്റയടിക്കുക എന്നുള്ളതേ അവിടെ സംഭവിച്ചുള്ളൂ. അവിടെയാണ് ആദ്യം വിത്തിട്ടതും വളർന്നതും ഒക്കെ ആന്ധ്രാപ്രദേശിലാണ്. അപ്പോൾ ഈ നൈസാം ഇന്ത്യയിലെ ഏറ്റവും വലിയ നാട്ടുരാജ്യത്തിൻ്റെ ഉടമസ്ഥനും ഏറ്റവും സമ്പത്തുള്ള ഭരണാധികാരിയുമായിരുന്നു. 1947 ഇന്ത്യ യൂണിയൻ ഉണ്ടായപ്പോൾ അതിൽ ചേരാൻ മടിച്ചു നിന്ന നൈസാമിന് ഒരൽപ്പം ബലം പ്രയോഗിച്ചുകൊണ്ട് ഹൈദരാബാദ് ഇന്ത്യൻ പോലീസ് പിടിച്ചെടുക്കുമ്പോൾ നൈസാം രാജ്യം വിട്ടു. പ്രത്യേകമായി ചാർട്ടർ ചെയ്ത വിമാനത്തിൽ അദ്ദേഹം രാജ്യം വിട്ടു. അദ്ദേഹം പോയത് ഒറ്റയ്ക്കല്ല. അദ്ദേഹത്തിൻ്റെ മുഴുവൻ സ്വർണ്ണ ശേഖരവും ഒരു തരി പോലും ഹൈദരാബാദിന്റെ മണ്ണിൽ അവശേഷിപ്പിക്കാതെ മുഴുവൻ സ്വർണ്ണ ശേഖരവും സ്പെഷ്യൽ വിമാനം ചാർട്ടർ ചെയ്ത് പാകിസ്ഥാനിലേക്കും അവിടെ നിന്ന് ഫ്രാൻസിലേക്കും കടത്തി. ഒരു വാക്ക് പറഞ്ഞു അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി? നൈസാമിന് സ്ത്രീധനം കിട്ടിയതല്ല, ആന്ധ്രാപ്രദേശിലെ ഹൈദരാബാദ് ഭരിച്ചുണ്ടാക്കിയതാണെങ്കിൽ, ഇപ്പറഞ്ഞ ന്യായപ്രകാരം ജനങ്ങളെ ചൂഷണം ചെയ്തതാണെങ്കിൽ നൈസാം ആ പണം കൊണ്ടുപോകരുതെന്ന് പറയാൻ ഇന്ത്യ ഗവൺമെന്റിനോട് നൈസാമിന്റെ പ്ലെയിന് പൊങ്ങാൻ സമ്മതിക്കരുത്. ആ പണം അദ്ദേഹം പോയിക്കോട്ടെ. ആ സ്വർണം ആന്ധ്രാപ്രദേശിലെ പാവങ്ങൾക്കുള്ളതാണ്. പാവങ്ങൾക്ക് വേണ്ടി നക്സലിസം ഒരുപാട് വളർന്ന സ്ഥലം ആന്ധ്രാപ്രദേശ്. കഴുത്തറക്കാൻ തയ്യാറായ, രക്തരൂക്ഷിതമായ സമരത്തിന് തയ്യാറായ മണ്ണ കമ്മ്യൂണിസം അത്രയും വളർന്നു. പക്ഷെ അവരെവിടെയും പറഞ്ഞില്ലല്ലോ നൈസാമിന്റെ സ്വത്തിനെ പറ്റിയിട്ട്. അവിടുത്തെ സാധാരണക്കാരന്റെ സമ്പന്നന്റെ സ്വത്തൊക്കെ പറഞ്ഞു നക്സലുകാർ. അതിനുവേണ്ടി കഴുത്തറക്കാമെന്നോ കൊല വിളിക്കാമെന്നോ ഒക്കെ പറഞ്ഞു. നൈസാമിന്റെ ഒരു തരി മണ്ണ്, ഒരു തരി പൊന്ന് ഹൈദരാബാദിൽ വിട്ടുപോകണമെന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളോ അല്ലെങ്കിൽ അവരുടെ മൂത്താപ്പമാരായ നക്സലിസ്റ്റുകളോ ആവശ്യപ്പെട്ടില്ല, യുക്തിവാദികളും ആവശ്യപ്പെട്ടില്ല. പക്ഷെ കേരളത്തിലെ മുതല് അത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലായതുകൊണ്ട് അത് ചൂഷണം ചെയ്ത മുതലാണ്, അത് രാജാവിൻ്റെ മുതലാണ്. ഇവർക്കറിയാവുന്ന ചരിത്രമാണ്. നൈസാമിൻ്റെ കൊട്ടാരം ആന്ധ്രാപ്രദേശ് ഗവൺമെന്റിൻ്റെതല്ല. നൈസാമിൻ്റെ കൊട്ടാരം ഇന്ന് പ്രൈവറ്റ് പാർട്ടിയുടെ ഹോട്ടൽ നടക്കുകയാണ് അവിടെ. ഇവിടെ കനകക്കുന്ന് കൊട്ടാരം അടക്കമുള്ള മഹാരാജാവിൻ്റെ കൊട്ടാരങ്ങൾ ഭരണ സ്ഥിരാകേന്ദ്രങ്ങളായി മാറുമ്പോൾ രാജാവിനെതിരെ, രാജ്യവംശത്തിനെതിരെ, ഹിന്ദുത്വത്തിനെതിരെ, ക്ഷേത്രത്തിനെതിരെ വായിൽ തോന്നിയത് പുലമ്പുമ്പോൾ ഇവിടുത്തെ ഹിന്ദു പച്ചവെള്ളം ചവച്ചരച്ച് കുടിക്കുന്നവരല്ല എന്നെങ്കിലും ഒന്ന് തിരിച്ചറിയാൻ ഇത്തരത്തിലുള്ള കൂട്ടായ്മകളെ കൊണ്ട് സാധിക്കും. നമുക്കും ചരിത്രബോധമുണ്ട്, നമ്മളും കാര്യങ്ങൾ അറിയുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരെയും എല്ലാ കാലത്തേക്കും വിധിയാക്കാൻ കഴിയില്ല. നൈസാമിൻ്റെ മുതലുമല്ലാത്ത അവകാശം എന്തേ പത്മനാഭൻ്റെ മുതലുമ വരുന്നത്? ഇത് രാജാവിൻ്റെ പോലുമല്ല, ക്ഷേത്രത്തിനകത്ത് ഒരിക്കലേ ഉള്ളൂ. അഭിമാനത്തോടു കൂടിയിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്ക് സാധിക്കുമെന്ന ഉത്തമ വിശ്വാസത്തോടു കൂടിയിട്ട് നിവർന്നു നിന്നാൽ ഇത്തരം കാര്യങ്ങൾ അപ്പം മനസ്സിലാകും, പരിഹാരം കാണാൻ നമുക്ക് സാധിക്കും. ഇതാണ് ഇന്ത്യൻ മോഡൽ മതേതരത്വം. ഭരണഘടന പ്രകാരമോ ഇനി ഉണ്ടാക്കുന്ന നിയമങ്ങൾ പ്രകാരമോ അവിടെ ഒന്നും ഹിന്ദു ചിത്രത്തിലേ ഇല്ല ആരുടെയും. നിസ്സാര ചില കാര്യങ്ങൾ നമുക്ക് നോക്കുക. ഇപ്പോൾ ഹജ്ജ് തീർത്ഥാടനം നടക്കുക. ഹജ്ജിൻ്റെ സബ്സിഡിയെ പറ്റി പറഞ്ഞ് എനിക്ക് നാണോ ആയി. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നില്ല, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ എന്നോട് ഇങ്ങോട്ട് പറയും, ടീച്ചറെ 70,238 ഉറുപ്പ്യല്ലേ കൊടുക്കണം എന്നുള്ളത്. അതുകൊണ്ട് അത് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു. 70,238 രൂപ എൻ്റെയും നിങ്ങളുടെയും വാങ്ങിക്കൊണ്ട് പോകുന്ന ഹജ്ജാജിമാർക്ക് വേണ്ടിയിട്ട് ഒരാളെക്കാണ് 70,238 രൂപ എൻ്റെയും നിങ്ങളുടെയും നികുതി പണത്തിൽ നിന്ന് സബ്സിഡിയായി വാങ്ങിപ്പോകുന്ന ഹജ്ജാജിമാർക്ക്. കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ഹജ്ജ് കേന്ദ്രം അല്ലെങ്കിൽ മറ്റേ ഹജ്ജ് ടെർമിനൽ ഉള്ളത് കരിപ്പൂരാണ്. ഹജ്ജ് ഹൗസ് ഉള്ളതും കരിപ്പൂരാണ്. ആ കരിപ്പൂർ ഹജ്ജ് ഹൗസിലേക്ക് ഹജ്ജാജിമാർക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട്
കോഴിക്കോട് വഴി കടന്നു പോകുന്ന 15 ദീർഘദൂര ട്രെയിനുകൾക്ക് ഈ മറ്റേ അവസാനത്തെ ഹജ്ജ് വിമാനവും പറന്നു പോകുന്ന ഈ ഒക്ടോബർ മാസം 20-ാം തീയതി, ഒരാഴ്ചയായിട്ടുള്ളൂ തോന്നുന്നു പറന്നു പോയിട്ട്, അതുവരെയും ഫറൂഖ് റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിച്ചു. ദീർഘദൂര ട്രെയിനുകൾക്ക്, കൊങ്കൺ വഴി പോകുന്ന ദീർഘദൂര ട്രെയിനുകൾക്ക് 15 ട്രെയിനുകൾക്ക് ഫറൂഖിൽ താൽക്കാലികമായ സ്റ്റോപ്പ് അനുവദിച്ചു. ഇനി വലിയ പെരുന്നാൾ കഴിഞ്ഞിട്ട് തീർത്ഥാടകർ മടങ്ങാൻ തുടങ്ങിയാൽ വീണ്ടും ഒരു 20 ദിവസത്തേക്ക് ആ സ്റ്റോപ്പ് വീണ്ടും ഉണ്ട്. മടങ്ങാൻ തുടങ്ങിയാൽ വീണ്ടും ദീർഘദൂര ട്രെയിനുകൾക്ക് ഫറൂഖിൽ സ്റ്റോപ്പ് അനുവദിച്ചു. നല്ല കാര്യമല്ലേ? തീർത്ഥാടകർ ബുദ്ധിമുട്ടണ്ട. കാരണം ഫറൂഖിൽ നിന്നാണ് കരിപ്പൂര് ഹജ്ജ് ഹൗസിലേക്ക് വളരെ അടുത്ത്, കൊണ്ടോട്ടിയുള്ള ഹജ്ജ് ഹൗസിലേക്ക് വളരെ അടുത്ത്. നല്ല കാര്യം. പക്ഷേ അതിനെ സൊയ്യൊന്നുമില്ല, അതിനെ തെറ്റും പറയുന്നില്ല. അതൊക്കെ ചെയ്യേണ്ട കാര്യമാണ്. എല്ലാ തീർത്ഥാടകർക്കും പറ്റുന്ന സഹായമൊക്കെ ചെയ്തു കൊടുക്കണം. നമ്മളൊക്കെ തീർത്ഥാടനത്തെ അംഗീകരിക്കുന്നവരാ. വേദന അവിടെയല്ല. ഈ കാലയളവിലാണ് മൂകാംബിയിൽ നവരാത്രി ആഘോഷം നടന്നത്. കേരള മോഡലിൽ പൂജ നടക്കുന്ന ക്ഷേത്രം എന്നുള്ളത് മാത്രമല്ല, മലയാളികളുടെ ക്ഷേത്രമാണ് ശരിക്കും പറഞ്ഞ മൂകാംബി. അത് സ്ഥിതി ചെയ്യുന്നത് കർണാടകത്തിലാണെങ്കിലും അതിലേക്ക് പോകുന്ന ഭക്തർ 80% മലയാളികളാണ്. അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് വേണ്ടിയിട്ട് ആ 9 ദിവസം, നവരാത്രി ദിവസം, കൊങ്കൺ വഴി കടന്നു പോകുന്ന വണ്ടികൾക്ക് മൂകാംബിക റോഡ് സ്റ്റേഷൻ അഥവാ ബൈന്ദൂര്, അവിടെ ഒരു സ്റ്റോപ്പ് വേണമെന്ന് കർണാടക സർക്കാർ രേഖാമൂലം റെയിൽവേയോട് ആവശ്യപ്പെട്ടതാണ്. മലയാളികൾക്ക് വേണ്ടിയിട്ട്, കേരള സർക്കാരല്ല ആവശ്യപ്പെട്ടത് കേട്ടോ, മലയാളികൾക്ക് വേണ്ടിയിട്ട് മൂകാംബിക റോഡ് സ്റ്റേഷനിൽ അഥവാ ബൈന്ദൂർ സ്റ്റേഷനിൽ കൊങ്കൺ വഴി കടന്നു പോകുന്ന വണ്ടികൾക്ക് ഒരു സ്റ്റോപ്പ് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ആ ആവശ്യം ബധിര കർണങ്ങളിലാണ് പതിച്ചത്. ആ 9 ദിവസവും ഹിന്ദു തീർത്ഥാടകരെ വിഡ്ഢികളാക്കിക്കൊണ്ട് വണ്ടി അതിലെ കൂകി വിളിച്ച് പാഞ്ഞു പോയപ്പോൾ അതേ വണ്ടി ഫറൂഖിൽ നിർത്തിപ്പോകുമ്പോൾ തിരിച്ചറിയുക, അതാണ് ഇന്ത്യൻ മതേതരത്വം. നവരാത്രി നാളുകളിൽ ഭക്തജനങ്ങളെ കളിയാക്കിക്കൊണ്ട് കൂക്കി വിളിച്ചുകൊണ്ട് ബൈന്ദൂർ സ്റ്റേഷനുകളിൽ പോകുന്ന അതേ വണ്ടിയാണ്. കാരണം കൊങ്കൺ വഴി പോകുന്ന വണ്ടികളാണ്. അതേ വണ്ടി ഫറൂഖിൽ നിർത്തുമ്പോൾ ചിന്തിക്കൂ, എൻ്റെയും നിങ്ങളുടെയും നട്ടലിന് ബലം വേണ്ടേ? നമ്മുടെ ശിരസ് ഉയരണ്ടേ? ഇതെന്തുകൊണ്ട്? ഇതിനെയാണോ നമുക്ക് മതേതരത്വം പോരാ, നമുക്ക് ബോണസ് കിട്ടി. ഇപ്പോൾ 5 വണ്ടി നിർത്തുന്നുണ്ട് മൂകാംബിക റോഡ് സ്റ്റേഷനിൽ. അതിൽ ആകെ മനുഷ്യന്മാർക്ക് പറ്റണ ഒരു വണ്ടിയേ ഉള്ളൂ. അല്ല, മറ്റേ പറ്റാത്തൊരു വണ്ടി തന്നെയായിരുന്നല്ലോ ലോകമാന്യത്തിലേക്ക്. കാരണം നട്ടപ്പാതിര നേരത്തെ അതിലൂടെ കടന്നു പോകാം. ഈ 3 മണി നേരത്ത് മൂകാംബിക റോഡ് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് 2:30 മണി 3 മണി നേരത്തെ ഇറങ്ങിയിട്ട് മനുഷ്യന്മാർ എന്ത് ചെയ്യാനാ? ആ ഒരു വണ്ടി കൊണ്ട് മാത്രമേ ഈ തീർത്ഥാടകർക്കൊരു ഉപകാരമില്ല. അതുകൊണ്ട് ഇന്ത്യൻ റെയിൽവേ തീരുമാനിച്ചു, ആ വണ്ടി മാത്രം ഏപ്രിൽ 1-ാം തീയതി മുതൽ മൂകാംബിക റോഡ് സ്റ്റേഷനിൽ നിൽക്കും. ബാക്കി വെളിച്ചമ്മ നിർത്തിയിരുന്ന ബാക്കി 5 വണ്ടികളും റദ്ദ് ചെയ്തു, നിർത്തൽ സ്റ്റോപ്പ് ഒഴിവാക്കി. ഈ നട്ടപ്പാതിര നേരത്ത് ഒരു മനുഷ്യനും ഉപകാരമില്ലാത്ത പാതിര നേരത്ത് അതിലൂടെ കടന്നു പോകുന്ന ലോകമാന്യത്തിലേക്ക് മാത്രം നിർത്തിയാൽ മതി. ബാക്കി എല്ലാ വണ്ടികളുടെയും സ്റ്റോപ്പ് എടുത്തു കളഞ്ഞു. ഇതല്ലേ മതേതരത്വം? അവിടെ 9 ദിവസം എല്ലാ വണ്ടിക്കും സ്റ്റോപ്പ് അനുവദിക്കണം എന്ന് പറഞ്ഞപ്പോൾ കിട്ടിയ ബോണസാണ് ഏപ്രിൽ 1-ാം തീയതി മുതൽ ബാക്കി വണ്ടികളുടെ ഒക്കെ സ്റ്റോപ്പ് എടുത്തു കളഞ്ഞു. ഹിന്ദു ആത്മാഭിമാനത്തോടു കൂടി നട്ടെല്ല് ഉയർത്തിയിട്ട് ബൈന്ദൂര് സ്റ്റേഷനിലെത്തിയാൽ ഓരോരുത്തർ ചങ്ങല വലിച്ച് വണ്ടി നിർത്തേണ്ട സ്ഥിതിയിലൊക്കെ നമുക്കുള്ള ആനുകൂല്യം കിട്ടൂന്ന് വന്നാൽ നമ്മളെ കുറ്റം പറയാൻ പറ്റുമോ? പ്രതികരിപ്പിക്കുകയല്ലേ, പ്രതിഷേധിപ്പിക്കുകയല്ലേ? ഇപ്പൊ ഉണ്ടായിരുന്ന സൗകര്യം പോലും എടുത്തു കളഞ്ഞു ആവശ്യപ്പെട്ടപ്പോൾ. അതാണ് മതേതരത്വം എന്ന് പറയുന്നത്. നമുക്കിവിടെ തീർത്ഥാടന കാലം തുടങ്ങി. എല്ലാവരും സഞ്ചിയൊക്കെ കാലിയാക്കി വേഗം തന്നെ കാശുണ്ടാക്കേണ്ട കാലമാണ്. കാരണം മണ്ഡലക്കാലമാണ്. അയ്യപ്പന്മാരുടെ അങ്ങനെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ആവേശത്തോടെ സ്വാമി അല്ലാതൊരു ശരണമില്ല അയ്യപ്പ എന്ന് പറയുമ്പോൾ ഇവിടെ പണമല്ലാതൊരു വഴിയില്ല അയ്യപ്പ എന്നും പറഞ്ഞിട്ട് എല്ലാവരും പാത്രം പിടിച്ചിരിക്കാൻ തുടങ്ങി. മണ്ഡലക്കാലം തുടങ്ങി അല്ലേ? ഒരു വണ്ടി കേരളത്തിന്റെ അതിർത്തിയിലേക്ക് കടക്കണമെങ്കിൽ വണ്ടിക്കനുസരിച്ച് സീറ്റിനനുസരിച്ച് റോഡ് ടാക്സ് കൊടുക്കണം. ഇവിടെ ഒക്ടോബർ മാസം കഴിയാൻ തുടങ്ങി. നവംബർ പകുതിയോടുകൂടി വൃശ്ചിക മാസം തുടങ്ങി. തിരാത്തിലെ അവസാനത്തിലേ വരും ഭക്തജനങ്ങൾ. എന്താ ഇവിടുത്തെ മിക്ക റോഡുകളുടെയും സ്ഥിതി? ചിന്തിച്ചു നോക്കുക. റോഡ് ടാക്സ് കൊടുത്ത് വരുന്ന അയ്യപ്പന്മാര് അവർ ഉപഭോക്താക്കളാണ്. അവർ റോഡ് ടാക്സ് കൊടുക്കണത് ഇവരുടെ ആരും വീട്ടിൽ കൊണ്ടുപോയിട്ട് മറ്റേ കെട്ടികളക്കും മക്കൾക്കും സ്വർണ്ണത്താലി ഉണ്ടാക്കിക്കോട്ടെ, അല്ലെങ്കിൽ പണ്ടുണ്ടാക്കിക്കോട്ടെ തരില്ല. അവർക്ക് സഞ്ചരിക്കാൻ മര്യാദയ്ക്ക് ഒരു റോഡിന് അവകാശമുണ്ട്. റോഡ് ടാക്സ് കൊടുക്കുന്നവർക്ക്. ഇവിടുത്തെ ഒട്ടുമിക്ക റോഡുകളുടെ സ്ഥിതി എന്താ? അപൂർവം ചില റോഡുകൾ മാത്രം.
ഞങ്ങൾ വരുമ്പോൾ പറഞ്ഞു, നമ്മുടെ മറ്റേ മണ്ണുത്തി അങ്കമാലി ഹൈവേ പോലെയുള്ള വല്ല അപൂർവം ചിലത് മാത്രം കണ്ടാലൊരു റോഡാന്ന് തോന്നണ റോഡുകൾ കേരളത്തിൽ അവിടെയും ഉണ്ട്. ബാക്കി മുഴുവൻ വാരിക്കുഴികളായിട്ട് കിടക്കുമ്പോൾ ഈ അയ്യപ്പന്മാരിന്ന് ടാക്സ് പിരിക്കും. ഞങ്ങൾ എന്ത് ചെയ്യാനാ? മഴ പോണ്ടേ? മഴ പോയാൽ ഞങ്ങൾ കുഴികൾ 1, 2, 3 എന്ന് എണ്ണി അടയ്ക്കും. മഴ പോണവരെയോ അയ്യപ്പന്മാർക്ക് തീരുമാനിക്കാം ഏതാ നല്ല കുഴിന്ന് അതിൽ നോക്കി ചാടാം. തെരഞ്ഞ് നോക്കി ഏതാ നല്ല കുഴി എന്നുണ്ടെങ്കിൽ ആ കുഴിയിൽ ചാടിയിട്ട് അവർക്ക് പോകാം. അങ്ങനെ ഇവിടുത്തെ മതേതരത്വത്തിന്റെ കുഴിപ്പെട്ടവനല്ലേ, ഇനി അതിലും വലിയ എന്ത് കുഴിയിൽ അവൻ ചാടാനുള്ളത്? ഏറ്റവും വലിയ പടുകുഴിയിൽ അവൻ ചാടി കിടക്കുക. ഇനിയിപ്പോൾ റോട്ടിലെ ലേശം കുഴി കൊണ്ടാൽ അവൻ അതൊന്നൊരു വിഷയമല്ല. കാരണം തീ മുളച്ചവർക്ക് വെയിലത്ത് പ്രശ്നമില്ല. കുഴി ചാടി മതേതരത്വം വന്ന വലിയ കുഴിന്ന് കഴുത്തേ പുറത്തേക്ക് കാണാനില്ല. പിന്നെ ഈ റോട്ടിലെ കുഴി അവൻ അതിനെ അംഗീകരിച്ചു. അപ്പോൾ മഴയുണ്ടാകാം, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, ഇതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. മഴ കൊണ്ടാണെങ്കിൽ, ബുദ്ധിമുട്ടാണെങ്കിൽ, റോഡ് നന്നാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് തുറന്നു പറഞ്ഞുകൊണ്ട് കേരള സർക്കാരിനൊരു തീരുമാനം എടുത്തൂടെ? റോഡുകൾ നന്നാക്കാത്തത് കൊണ്ട് ഞങ്ങൾ ഈ വർഷം അയ്യപ്പന്മാരിൽ നിന്ന് റോഡ് ടാക്സ് പിരിക്കുന്നില്ല. പിന്നെ എന്തെടുത്തിട്ടാ ശമ്പളം കൊടുക്കുകയല്ലേ? ഇത് പിരിക്കാഞ്ഞാൽ, ഇതൊക്കെ ഉണ്ടാക്കാഞ്ഞാൽ പിന്നെ എന്തെടുത്തിട്ടാ കേരളം മുന്നോട്ട് പോകുക? അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? തീർത്ഥാടകർക്കായിട്ട് പറ്റുമല്ലോ. ചിന്തിക്കുക. ദസറ നമ്മൾ നവരാത്രിയായി ആഘോഷിക്കുന്നത് മൈസൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് ദസറ. കർണാടക സർക്കാർ തീരുമാനമെടുത്തു, ദസറയ്ക്ക് മൈസൂരിലേക്ക് വരുന്ന വണ്ടികളിൽ നിന്ന് റോഡ് ടാക്സ് പിരിക്കണ്ട എന്ന്. അപ്പൊ വേണമെങ്കിൽ ചക്ക വേരിലും കഴിക്കും, വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ വകുപ്പുണ്ട്. കർണാടക സർക്കാരിന് ദസറക്കാലത്ത് അങ്ങോട്ട് വരുന്ന വണ്ടികൾക്ക് ടാക്സ് വേണ്ട എന്ന് വെക്കാമെങ്കിൽ മിനിമം റോഡ് നന്നാക്കുന്നത് വരെയെങ്കിലും അയ്യപ്പന്മാരെ പിഴിയണ്ട എന്ന് തീരുമാനിച്ചൂടെ? പക്ഷെ ഇത് ചാകരയായി കരുതിയിരിക്കുക. മണ്ഡലക്കാലം എന്ന് പറഞ്ഞാൽ അത് ചാകരയാണ്. എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും തടിച്ച് കൊഴുക്കാനുള്ള ചാകരക്കാലമാണ്. അതിനുള്ള കൊയ്ത്ത് അവരാരെങ്കിലും വേണ്ടാന്ന് വെക്കുമോ? അയ്യപ്പനെ പിഴിഞ്ഞിട്ടായാലും പണം ഉണ്ടാക്കിയേ പറ്റൂ എന്നുള്ളതാണ്. ഇങ്ങനെ പണം ഉണ്ടാക്കി കൊടുക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരല്ല നമ്മൾ. അപ്പൊ സർക്കാരിന്റെ ഇതിപ്പോ നിസ്സാരമായിട്ട് ഒരു വണ്ടിക്ക് സ്റ്റോപ്പ് അനുവദിക്കുന്നതിൽ മുതൽക്ക് ഇവിടെ കാണിക്കുന്ന ഹിന്ദു പീഡനം, ഇതാണ് എന്നെ നിങ്ങൾ ഈ വർഗീയവാദികളാക്കിയത്. ഇവിടെ ഞാൻ പറഞ്ഞ ഒരു കാലത്ത് ഇവിടേക്ക് വന്ന ജൂതനെയും പാഴ്സിയും ഒക്കെ കെട്ടിപ്പിടിച്ച നമ്മളവരുടെ മതമൊന്നും ചോദിച്ചിട്ടില്ല, ഒന്നും ചോദിച്ചിട്ടില്ല. ഇന്ന് ചോദിക്കേണ്ടി വരുന്നു. ഇന്ന് MLA മതം ഞാനിവിടെ പറഞ്ഞു. ആരുടെ മുന്നില്? മതം നോക്കാതെ നെഞ്ചേറ്റി 10,000-2000 വർഷം ജനവിഭാഗങ്ങളെ സംരക്ഷിച്ചവർക്ക് മുന്നിലാണ് ഞാൻ MLA ജാതി പറഞ്ഞത്. എങ്ങനെ നമുക്ക് മാറാൻ സാധിച്ചു? ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന ഒരേ ഹിന്ദുമതത്തിലാണ്. നമുക്ക് എങ്ങനെ മാറാൻ സാധിച്ചു? അനുഭവങ്ങള്. ഒരു വണ്ടി നിർത്തേണ്ട സ്റ്റോപ്പിന്റെ മതം അന്വേഷിക്കുമ്പോൾ നമ്മളായിട്ട് മതം പറയാത്തോണ്ട് ഈ നാട് രക്ഷപ്പെടൂ. ഇവിടുത്തെ പിഞ്ചു കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുമ്പോൾ മതം നോക്കുമ്പോൾ നമ്മളായിട്ട് നോക്കിക്കൊണ്ട് ഇവിടുത്തെ മതേതരത്വം രക്ഷപ്പെടൂ. 1ാം ക്ലാസ്സിലെ കുട്ടിയോട് മതം ചോദിക്കണ ഒരു വ്യവസ്ഥിതി. ഞാനും നിങ്ങൾ മാത്രം മതേതരത്വം പറഞ്ഞ ഇവിടെ മതേതരത്വം ഉണ്ടാകുമോ? മതം വ്യക്തിപരമായ ആരാധനയെ സൂചിപ്പിക്കണതാ. അത് ആരുടെയും മുന്നോക്കവും പിന്നോക്കവും നിൽക്കണതല്ല. എന്നിട്ട് ഇവിടെ മതം നോക്കിയിട്ട് 90 ജില്ല ന്യൂനപക്ഷ ജില്ലയായി പ്രഖ്യാപിച്ചു. അഹമ്മദ് എന്താ പറഞ്ഞറിയോ? MSFന്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോ അഹമ്മദ് പറഞ്ഞ എന്താ അറിയോ? 90 ജില്ലയെ ഞങ്ങളിപ്പോ ന്യൂനപക്ഷ ജില്ലയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളൂ, ഇനിയും കൂടുതൽ ജില്ലകൾ ഞങ്ങൾ ന്യൂനപക്ഷ ജില്ലയായി പ്രഖ്യാപിക്കും. നമ്മൾ എവിടെ പോണം? 100% ഹിന്ദു ഉള്ള ജില്ല ഹിന്ദു ജില്ലയല്ല. അങ്ങനെ ഒരു പേര് പറഞ്ഞാൽ അത് ആപത്താ. ഹിന്ദു രാഷ്ട്രമെന്ന് കേട്ടാൽ എൻ്റെ അമ്മോ പറഞ്ഞവനെ പിടിച്ച് തുറുങ്കിലടയ്ക്കും. ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള രാഷ്ട്രം ഹിന്ദു രാഷ്ട്രം എന്ന് പറഞ്ഞുകൂടാ. പക്ഷെ ന്യൂനപക്ഷങ്ങൾ കൂടുതലുള്ള ജില്ല ഭരണഘടനാനുസൃതമായി ന്യൂനപക്ഷ ജില്ലയാണ്. ഹിന്ദുക്കൾ കൂടുതലുള്ള സ്ഥലം ഹിന്ദു രാഷ്ട്രം എന്ന് പറഞ്ഞാൽ ശശികല ടീച്ചർ എന്നല്ല, കുമ്മനം രാജശേഖരൻ എന്നല്ല, സാധാ നാട്ടിൻപുറത്തുകാരൻ വരെ വർഗീയവാദിയാണ്. കാരണം ഹിന്ദു രാഷ്ട്രം എന്നെ എപ്പോഴെങ്കിലും ഒന്ന് പറയുന്നുണ്ടല്ലോ അവര്. ആ ഹിന്ദു രാഷ്ട്രം ഒന്ന് ചിന്തിച്ച വർഗീയവാദിയാണ്. പക്ഷേ 90 ജില്ലകൾ ന്യൂനപക്ഷ ജില്ലയാക്കിയതിന്റെ അഭിമാനത്തിൽ തല ഉയർത്തിപ്പിടിച്ച് ഇനിയും കൂടുതൽ ജില്ലകൾ ന്യൂനപക്ഷ ജില്ലയാക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന അഹമ്മദ് ഉണ്ടല്ലോ, കറകളഞ്ഞ മതേതരന, യാതൊരു സംശയമില്ല. ഇവിടെ മതേതരത്വം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഈ മോഡലാണ്. അഹമ്മദിന് ഇല്ലാത്ത മതേതരത്വം ഈ ദുനിയാവിൽ ആർക്കാ ഉള്ളത്? നമ്മൾ അതുകൊണ്ടല്ലേ കേരളത്തിൽ നിന്ന് ഒറ്റ MP ജയിച്ചില്ലെങ്കിലും പിടിച്ച് മന്ത്രിയാക്കിയത്. കാരണം മരുന്നിനെങ്കിലും മതേതരം അവിടെ വേണ്ടേ, അതുകൊണ്ട് പിടിച്ച് നമ്മൾ MP അഹമ്മദിനെ പിടിച്ച് മന്ത്രിയാക്കി. കാരണം ഇത്രയൊക്കെ മതേതരത്വം അദ്ദേഹത്തിൽ കെട്ടി നിറച്ചു വെച്ചിരിക്കുക. ആ മതേതരത്വം കൊണ്ട് ഇപ്പൊ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് മുസ്ലിം ലീഗിനും അറിയാൻ വയ്യ. ഇന്ത്യയിൽ ഒരൊറ്റ മതേതര പാർട്ടിയുള്ളൂ, അത് മുസ്ലിം ലീഗാണ്. ഒറ്റ മതേതര പാർട്ടി.
മതത്തിന്റെ അധ്യക്ഷൻ തന്നെ പാർട്ടിയുടെ അധ്യക്ഷൻ. 300ഓളം പള്ളികളുടെ ഖാസി മതത്തിന്റെ അധ്യക്ഷൻ. എന്നാൽ എന്താ, അതൊക്കെ മതേതരത്വം. അതൊക്കെ മതേതരത്വം. ഒരു ഹിന്ദു ക്ഷേത്രത്തിലെ പൂജാരി പോലും സ്വന്തം മതത്തെ പറ്റി പറയില്ല. അവിടെയാണ് 300 പള്ളികളിലെ ഖാസി രാഷ്ട്രീയത്തിന്റെ തലപ്പത്തിരിക്കുമ്പോൾ അതിനെ മതേതരത്വം. ആ മതേതരത്വം ഏതുവരെ പോയി? ടാഗോറിന്റെ 150ാം ജന്മദിനം പ്രമാണിച്ചിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പുതിയതായി കെട്ടിയ ബ്ലോക്കിന് ടാഗോർ നികേതൻ എന്ന് പേരിടണമെന്ന് പറഞ്ഞപ്പോ ഉടനെ വിദ്യാഭ്യാസ മന്ത്രിയും പാർട്ടിക്കാരും ചോദിച്ചു, എന്ത് അങ്ങനെ പേരിടാല്ലേ? അതുവരെ അത് ഇതുവരെ ഉണ്ടായിരുന്നില്ല. പുതിയ കെട്ടിടത്തിന് പേരിടാല്ലേ? എന്നാ എന്തിനാ ടാഗോറിന്റെ പേര്? കിടക്കട്ടെ പാണക്കാട് തങ്ങളുടെ പേരിൽ നിന്നാണ്. ടാഗോർ നികേതൻ വേണ്ട, നമുക്കത് പാണക്കാട് തങ്ങളുടെ പേരിൽ അങ്ങോട്ട് സമർപ്പിക്കാം. തക്ക സമയത്ത് വേണ്ട ആളുകൾ ഇടപെട്ടതുകൊണ്ട് സംഗതി ഇപ്പോഴും അങ്ങോട്ട് അരികിലേക്ക് ആയിട്ടില്ല, തരം കല്ലത്തായി കിടക്കുക. ടാഗോറിനെ മാറ്റി പാണക്കാട് തങ്ങളെ പ്രതിഷ്ഠിക്കുമ്പോൾ മനസ്സിലാക്കുക, ടാഗോർ ആരാ? വേറൊരു കവി. പാണക്കാട് തങ്ങളോ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മതേതരൻ. കേരളത്തിന് സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ജീവിതം ഒഴിഞ്ഞു വെച്ച വ്യക്തി. എപ്പോ? 8 ശവവും 15 ജീവശവവും കണ്ടപ്പോ സമാധാനം ഉണ്ടാക്കി. മാറാട് 8 ശവവും 15 ജീവശവവും വീണപ്പോ പിന്നെ ഉണ്ടാക്കിയ സമാധാനമൊക്കെ തങ്ങൾ ഉണ്ടാക്കിയതാണ്. ചത്തവര് ക്ഷമിച്ചതല്ല, അനുഭവിച്ചൊരു വിഭാഗം ക്ഷമിച്ചപ്പോഴല്ല സമാധാനം ഉണ്ടായത്. പകരം തങ്ങൾ ക്ഷമിച്ചോണ്ടാണ് അത്രേ അവിടെ സമാധാനം ഉണ്ടായത്. 8 ശവവും 15 ജീവശവവും വാങ്ങിയ ഹിന്ദു സമാജം ഒന്ന് ഉണർന്നിരുന്നെങ്കിൽ, നമ്മൾ മര്യാദകളൊന്ന് മറന്നിരുന്നെങ്കിൽ ഈ പറഞ്ഞ സമാധാനത്തിന്റെ പൊടി പോലും കാണാണ്ടാവില്ല. ഈ നാടിനെ സ്നേഹിച്ചത് കൊണ്ട്, ഇവിടുത്തെ അമ്മമാരുടെ കണ്ണുനീര് വീഴരുത് എന്നുള്ളത് കൊണ്ട് ഹിന്ദു ആത്മസംയമനം പാലിച്ചപ്പോൾ അവിടെ സമാധാനം ഉണ്ടായത്. അതും തങ്ങളുടെ പേരിൽ എഴുതി ചേർക്കാൻ. തങ്ങളാണ് സമാധാനം. അപ്പൊ ആ സമാധാന ദൂതന്റെ പേരിലല്ലേ നമ്മൾ ടാഗോർ നികേതൻ മാറ്റി വെച്ചിട്ട് തുടങ്ങേണ്ടത്? വേണമെങ്കിൽ ഒരു ജില്ല കൊടുക്കാം നമുക്ക്, വേണമെങ്കിൽ ഒരു സംസ്ഥാനം കൊടുക്കാം നമുക്ക്, അങ്ങനെ എല്ലാം എല്ലാം എല്ലാം. പണ്ടൊരു രാജ്യം കൊടുത്തില്ലേ നമ്മൾ? അതിലേക്ക് മേലെയുണ്ടോ? അപ്പൊ അതാ എന്തൊക്കെയോ ചില നിയമങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ആണെങ്കിലും മറ്റേ മുസ്ലിം ലീഗ് കേരള സ്റ്റേറ്റ് ആണ് ഇതുവരെ മത്സരിച്ചിരുന്നത്. പക്ഷേ ഇനി മുതൽ IUML മറ്റേത് ഇതുവരെ പറയുകയേ ചെയ്തിരുന്നുള്ളൂ അത്രേ. ഇനി രേഖാമൂലം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ ലയിക്കാൻ പോകുന്നു മുസ്ലിം ലീഗ്. ഏതാ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്? ഓർമ്മയുണ്ടോ? 1906 ഢാക്ക കേന്ദ്രീകരിച്ച് രൂപീകരിച്ച ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് 1946 ഡയറക്റ്റ് ആക്ഷൻ പ്ലാൻ, ഹിന്ദുക്കളുടെ കഴുത്ത് വെട്ടാൻ ആഹ്വാനം ചെയ്ത ഡയറക്റ്റ് ആക്ഷൻ പ്ലാൻ ആസൂത്രണം ചെയ്ത ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് 47 ആഗസ്റ്റ് 14 ഇന്ത്യയുടെ 1/3 ഭാഗം മുറിച്ചു മാറ്റിക്കൊണ്ടുപോയ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അതിൻ്റെ പാരമ്പര്യവും പേറി മതേതരന്മാരായ മുസ്ലിം ലീഗ് നമുക്ക് മുന്നിൽ വരുമ്പോൾ, അവരുടെ മതേതരത്വത്തിന് സാക്ഷ്യം കൊടുക്കാൻ ഇടതും വലതും മത്സരിക്കുമ്പോൾ, ഞാനും നിങ്ങളും ചിന്ന വർഗീയവാദികളെങ്കിലും ആകണ്ടേ? ആരെങ്കിലുമൊക്കെ നാട്ടിൽ വർഗീയവാദികൾ വേണ്ടേ? ഇവരൊക്കെ മതേതരക്കാരാകുമ്പോൾ നമുക്ക് വർഗീയവാദികളാകാം. വേറെ വഴിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്. എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് പെറ്റുകൂട്ടിയും പ്രേമിച്ചു കൂട്ടിയും എണ്ണം കൂട്ടുകയും ആ എണ്ണത്തിന്റെ ബലത്തിൽ അവകാശങ്ങൾ പിടിച്ചുപറ്റുകയും ചെയ്യുമ്പോൾ വിഡ്ഢികളാക്കപ്പെടുന്നൊരു സമൂഹത്തിന് വേണ്ടി എനിക്ക് നിങ്ങൾക്കും വർഗീയവാദികളാകാം. കൃഷ്ണയ്യരുടെ ബില്ലൊക്കെ അങ്ങനെ തൂങ്ങിക്കിടക്കണു. കുട്ടികൾ 2 മതി അല്ലേ? 2 കൂടുതലായാൽ 10,000 രൂപ ഫൈൻ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണയ്യരുടെ വനിതാ കോഡ് സർക്കാരിന് സമർപ്പിക്കപ്പെട്ട അതേ ദിവസം കൽപ്പറ്റ ഫെറോന പള്ളിയിൽ ക്രിസ്തീയ സഭയുടെ ഒരു യോഗം ചേർന്നു. എന്തിനായിരുന്നു? 5ാമത്തെ കുട്ടിയുള്ള കുടുംബങ്ങൾക്ക് 10,000 ഉറുപ്പ്യ ഇനാം കൊടുക്കണം. 2 കൂടുതൽ കുട്ടികളുണ്ടെങ്കിൽ 10,000 രൂപ ഫൈൻ അടയ്ക്കണമെന്ന് വനിതാ കോഡ് ബില്ല് ശുപാർശ ചെയ്ത അതേ ദിവസം 5ാമത്തെ കുട്ടിക്ക് 10,000 ഉറുപ്പ്യ സമർപ്പിച്ചു. ബഹുമാനപ്പെട്ട കൃഷ്ണയ്യർ, അങ്ങയുടെ ബില്ല് നടന്നാ കൊള്ളാന്ന് ഞങ്ങൾക്ക് മോഹമൊക്കെ ഉണ്ട്. അത് ചില മൗലികാവകാശങ്ങളുടെ ലംഘനമാണെങ്കിലും നടന്നാ കൊള്ളാൻ. കാരണം ഇവിടുത്തെ ജനസംഖ്യ ഒരു വിഷയമാണ്. പക്ഷേ ആരെ അനുസരിക്കാണ്ടാവുള്ളൂ? ആരെ ഇതുവരെ അനുസരിച്ചത്? സർക്കാർ പലവട്ടം പറഞ്ഞില്ലേ ജനസംഖ്യ കൂടുതലാ, കുറയ്ക്കേ, നമ്മൾ 2, നമുക്ക് 2, നമ്മളൊന്ന്, നമുക്കൊന്ന്. ഇതൊക്കെ അങ്ങനെ അമൃത് പോലെ കുടിച്ച ഒറ്റ വിഭാഗമേ ഉള്ളൂ ഹിന്ദു. ഇനി എപ്പോഴാണാവോ അരക്കുട്ടി മതി എന്ന് പറയുക. അല്ല വകുപ്പുണ്ടെങ്കിൽ അരക്കുട്ടി. അപ്പൊ ഈ സർക്കാർ പറഞ്ഞതൊക്കെ അനുസരിച്ചൊരു വിഭാഗം ഉണ്ടെങ്കിൽ അത് ഹിന്ദുവേ ഉള്ളൂ. അതുകൊണ്ട് ഒരു ഇനാമും കിട്ടിയില്ല. കയ്യിലുണ്ടായിരുന്ന 5-6 സീറ്റ് പോയി. തെക്കൻ ഭാഗങ്ങളുടെ MLA സീറ്റ് അത് കുഞ്ഞാലിക്കുട്ടിയുടെ പോക്കറ്റിൽ ചെന്നു.
സർക്കാരിന്റെ നിയമം അനുസരിച്ചുകൊണ്ട് കിട്ടിയത് അതിൽ നിന്ന് മുസ്ലിം ലീഗിന്റെ MLA-മാർക്ക് ജയിച്ചു പോകാൻ പറ്റുന്ന വിധത്തില് ഇവിടെ തെക്കൻ ഭാഗങ്ങളിൽ നിന്ന് 6 സീറ്റ് എടുത്തിട്ട് മലപ്പുറം കോഴിക്കോട് വിതരണം ചെയ്ത് ജനസംഖ്യ തോന്നിയപ്പോൾ. അപ്പൊ നിയമം അനുസരിച്ചുകൊണ്ട് വിഡ്ഢികളാക്കപ്പെട്ട ഒരു സമാജം. ഇനി വനിതാ കോഡ് ബില്ല് വന്നാലും അയ്യോ 2 കുട്ടി കൂടുതലായ 10,000 ഉറുപ്യ ഫൈൻ കൊടുക്കണം. ഒരു പ്രസവത്തിൽ എങ്ങനെ ഇരട്ട വന്നാലും അതുകൊണ്ട് പ്രസവിക്കേ വേണ്ട എന്നെങ്ങാൻ ചിലപ്പോ സ്ത്രീകൾ തീരുമാനിച്ചു. ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടോ വെച്ചല്ലോ, ഒരു പ്രസവത്തിൽ 2 പ്രസവത്തിൽ പ്രസവത്തിന്റെ എണ്ണം പറഞ്ഞിട്ടെങ്കിൽ കുടുങ്ങിപ്പോകും. കുട്ടി ഇരട്ടയായി പോയാൽ നമുക്ക് നിശ്ചയില്ലല്ലോ, ദൈവത്തിൻ്റെയല്ലേ കണക്ക്. ഇത് അതുപോലെ നമ്മൾ പേടിക്കും. ഇവർക്കുള്ളത് സഭ കൊടുക്കും, സംഘടനകൾ കൊടുക്കും. ഈ നിയമം കൊണ്ട് എന്ത് കാര്യം ചിന്തിക്കുക. അതിനുശേഷം ക്രിസ്ത്യൻ സഭ തൊടുപുഴയ ഭാഗത്തെങ്ങാണ്ട് സമ്മേളിച്ചു ഇവര്. ഇതേപോലെ തന്നെ 5 കുടുംബങ്ങളുള്ള രക്ഷിതാക്കളെ സമാദരിക്കാൻ വേണ്ടിയായിരുന്നു, 5 മക്കളുള്ള രക്ഷിതാക്കളെ സമാദരിക്കാൻ വേണ്ടി. ഇതെന്തിനു വേണ്ടി? രാഷ്ട്രത്തിന്റെ നിയമത്തെ വെല്ലുവിളിച്ച് ഇവർക്ക് കുട്ടികളെ ഉൽപ്പാദിപ്പിക്കാം. അതവരുടെ മൗലികാവകാശമായിരിക്കാം. ക്രിസ്തീയ സഭകൾക്കോ മുസ്ലിം സംഘടനകൾക്കോ അവരുടെ മതപരമായ ബാധ്യതയായിരിക്കാം. രാഷ്ട്രത്തിന്റെ നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് കുട്ടികളെ ഉൽപ്പാദിപ്പിക്കാൻ അവരുടെ മൗലികാവകാശം, പൗരാവകാശം. നമ്മളാരും അതിനെ ചോദ്യം ചെയ്യുന്നില്ല. ആകാം. 2 ശരീരം അനുവദിക്കുമെങ്കിൽ, ആരോഗ്യം അനുവദിക്കുമെങ്കിൽ 20 ആയിക്കോട്ടെ, ഗാന്ധാരിയെ പോലെ 100 ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷെ പെറ്റ മക്കളെ പോറ്റേണ്ട ബാധ്യത ഇവിടുത്തെ പാവപ്പെട്ട ഹിന്ദുവിന്റെ തലയ്ക്ക് വെച്ചാൽ അവന്റെ നികുതി പണം എടുത്തിട്ട് ന്യൂനപക്ഷ ജില്ലകൾ ഉണ്ടാക്കാനും ആനുകൂല്യങ്ങൾ വാരിക്കോരി കൊടുക്കാനും തുടങ്ങുമ്പോൾ അവിടെ നമുക്ക് പ്രതികരിക്കും. ബാക്കി പ്രസവിക്കേണ്ടത് അവരാ, നമ്മളല്ല. നമുക്ക് ബാധ്യതയൊന്നുമില്ല. അവര് പ്രസവിക്കേ വളർത്ത് എന്ത് വേണേ ചെയ്തോട്ടെ, സർവമംഗളാനി ഭവന്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് വിടാം. പക്ഷേ ആ പ്രസവിക്കുന്ന കുട്ടിക്കൊക്കെ രാജ്യത്തിന്റെ ഖജനാവിൽ നിന്നെടുത്ത് സ്കോളർഷിപ്പ് കൊടുക്കണം എന്ന് പറഞ്ഞാല്, അതിൽ നിന്നെടുത്ത് വായ്പ കൊടുക്കണം എന്ന് പറഞ്ഞാല്, അതിൽ നിന്നെടുത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞാല്, അതിൽ നിന്നെടുത്ത് മദ്രസകൾക്ക് ഗ്രാന്റ് കൊടുക്കണം എന്ന് പറഞ്ഞാല്, അതിൽ നിന്നെടുത്ത് മുല്ലയ്ക്കും മുക്രിക്കും പെൻഷൻ കൊടുക്കണം എന്ന് പറഞ്ഞാല്, അവിടെ ഹിന്ദുവിന് ചിലത് ചിന്തിക്കണം. അത് നമ്മുടെ കൂടി ബാധ്യതയാണ്. നമ്മുടെ വിയർപ്പിന്റെ വില കൂടിയാണ് ഖജനാവിൽ ചെന്ന് വീഴുന്നതെങ്കിൽ ഈ കോഡ് ചർച്ചയ്ക്കെടുക്കുമ്പോൾ നമുക്ക് നമ്മുടേതായ അഭിപ്രായങ്ങൾ സ്വരൂപിക്കേണ്ടി വരും. 2-ൽ കൂടുതൽ കുട്ടികൾ ഉണ്ടാവുക എന്നുള്ളത് പൗരാവകാശമായി അംഗീകരിച്ചാൽ തന്നെ അത് മറ്റൊരു വിഭാഗത്തിന്റെ തലയിൽ കെട്ടിവെക്കാത്ത വിധത്തിലുള്ള നിയമനിർമ്മാണങ്ങൾക്ക് വേണ്ടി ശക്തമായി പോരാടാൻ അവിടെയാണ് ഹൈന്ദവ സമാജം തയ്യാറെടുക്കേണ്ടത്. മറ്റു നമ്മുടെ സഹോദരന്മാർക്ക് എത്ര കുട്ടികളായാലും നമുക്കതിനെപ്പറ്റി ആക്ഷേപമില്ല. നമ്മളെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല. പക്ഷെ നേരിട്ടല്ലാതെ സർക്കാർ ഖജനാവിൽ നിന്ന് ആനുകൂല്യം പോകുന്നെങ്കിൽ, ഇനിയും ന്യൂനപക്ഷ ജില്ലകൾ പ്രഖ്യാപിക്കാൻ തുടങ്ങിയാൽ തീർച്ചയായും അതിന് നമ്മൾ ഉത്തരം പറയണം. മറ്റത് അവരുടെ സ്വന്തം കാര്യമാണെങ്കിൽ ഇത് നമ്മളെ കൂടി ബാധിക്കുന്ന വിഷയമാണ്. ഇതൊരു ഭാഗത്ത് പെറ്റുകൂട്ടുവാനുള്ള ആഹ്വാനം കൊടുക്കുക, മറുഭാഗത്ത് എല്ലാ മര്യാദകളും മറന്നുകൊണ്ടുള്ള മതം മാറ്റ ശ്രമങ്ങൾ, എല്ലാ മര്യാദയും മറന്നിട്ട് ചിന്തിച്ചു നോക്കൂ. ഇതാണോ മതം എന്ന് പറഞ്ഞാൽ? മതം വിൽക്കാനുള്ളതാണോ? പാവപ്പെട്ട കുട്ടികളെ പിള്ളാരപ്പിടുത്തക്കാർ പിടിച്ചോണ്ട് പോണമാതിരി 1-2 വയസ്സുള്ള കുട്ടികളെ പിള്ളാരപ്പിടുത്തക്കാർ കൊണ്ടുപോയില്ലേ, ഇതുപോലെ അവരെ പേടിപ്പിച്ച് പ്രീണിപ്പിച്ച് കൊണ്ടുപോയി സ്വന്തം മതത്തിൻ്റെതാക്കുന്നത് ആർക്ക് വേണ്ടി? ഏതെങ്കിലും ദൈവത്തിന് പേടിയുണ്ടോ? 4 പുറം ആൾക്കാരില്ലെങ്കിൽ ഏതെങ്കിലും ദൈവം ഇലക്ഷന് നിൽക്കുന്നുണ്ടോ? വേണ്ടത്ര ഭൂരിപക്ഷം ഇല്ലെങ്കിൽ സീറ്റ് പോകുമെന്ന് വിചാരിച്ചിട്ട് ഹിന്ദു വിശ്വസിക്കുന്നില്ല. ദൈവ ഇലക്ഷനൊന്നും നിൽക്കണില്ല. എന്തിനു വേണ്ടി ഈ പേക്കൂത്തുകൾ ഇവിടെ കാണിക്കുന്നു? ഇവിടെ ഏകോദര സഹോദരങ്ങളെ പോലെ നമ്മൾ ജീവിച്ചിരുന്നതല്ലേ? ഈ മതം മാറ്റ പരിശ്രമങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇവിടെ വല്ല വിധത്തിലും മതങ്ങളുമായി നമുക്ക് കൊമ്പ് ഓർക്കേണ്ടി വരുമായിരുന്നു. നിങ്ങൾ ഏതെങ്കിലും ഹിന്ദു സംഘടനയുടെ വേദിയിൽ നിന്ന് ഇവർക്ക് ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ കഴിയോ? ഖുർആൻ തെറ്റാണെന്ന് പറയുന്നത്, ബൈബിൾ തെറ്റാണെന്ന് പറയുന്നത്, കർത്താവ് ശരിയല്ല എന്ന് പറയുന്നത്, അള്ളാഹു ശരിയല്ല എന്ന് പറയില്ല. നമുക്കതെല്ലാം ദൈവമാണ്. കർത്താവും അള്ളാഹും അയ്യപ്പനും നമുക്കൊന്നാണ്. ഖുർആനും ബൈബിളും നമുക്ക് വിഷയമാക്കണ്ട, വിമർശിക്കണ്ട. ഖുർആൻ പഠിക്കുന്ന മുസൽമാൻ തീരുമാനിക്കട്ടെ അതിലത്തെ തെറ്റും ശരിയും, ബൈബിൾ പഠിക്കുന്ന ക്രിസ്ത്യാനി തീരുമാനിക്കട്ടെ അതിലത്തെ തെറ്റും ശരിയും. അതൊരു ഹിന്ദുവിനെ ബാധിക്കുന്ന വിഷയമേ അല്ല. അതിലത്തെ ഒരു വരി പോലും തെറ്റാണോ ശരിയാണോ എന്ന് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. അവർ ബഹുമാനിക്കുന്നതിനെ തുല്യ ബഹുമാനത്തോടുകൂടി ബഹുമാനിക്കാൻ ഞാൻ തയ്യാറാണ്. ഖുർആനാണെങ്കിലും ബൈബിളാണെങ്കിലും കർത്താവാണെങ്കിലും അള്ളാഹുവാണെങ്കിലും നമ്മുടെയൊക്കെ മനസ്സിൽ സ്ഥാനമുണ്ട്. ബഹുമാനിക്കാൻ തയ്യാറാണ്, ആരാധിക്കാൻ തയ്യാറാണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു പാലട്ട അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കണം. എന്തിനാ രാമായണത്തിലേക്ക് ഒളിഞ്ഞു നോക്കുന്നത്? എന്തിനാ വേദങ്ങളിലേക്ക് ഒളിഞ്ഞു നോക്കുന്നത്? എന്തിനാ ഉപനിഷത്തുകളിലേക്ക് ഒളിഞ്ഞു നോക്കുന്നത്? എന്തിനാ ഹിന്ദു ക്ഷേത്രങ്ങളിലേക്ക് ഒളിഞ്ഞു നോക്കുന്നത്? അവിടെയും ഇവിടെയും ചെന്ന് അമേരിക്കയിൽ നിന്നും അവിടുന്നും ഇവിടുന്നും പാതിരിമാരെ കെട്ടി എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് നമ്മുടെ വിശ്വാസങ്ങളുടെ മേൽ കുതിര കയറാൻ ഇവർക്ക് ആര് സ്വാതന്ത്ര്യം കൊടുത്തു? അവർക്ക് അങ്ങോട്ട് കൊടുക്കുന്ന ബഹുമാനം തിരിച്ചിങ്ങോട്ടും കിട്ടണ്ടേ? ഇവിടെ 0.5% താഴെയുള്ള പാഴ്സികള്
അവർ പറയുന്നു ഞങ്ങളുടെ വിശ്വാസത്തിൽ ആരും ഇതുവരെ കടന്നു കയറിയിട്ടില്ല, ഒരു ഹിന്ദുവും ഞങ്ങൾക്കെതിരെ ഒന്നും ചെയ്തിട്ടില്ല, പിന്നെ എങ്ങനെ ഇവർക്കെതിരെ മാത്രം ഹിന്ദു സംഘടനകൾ ചെയ്യുന്നത്? അപ്പൊ ഈ മതം മാറ്റം അവസാനിച്ചാല് ഗ്രാമാന്തരങ്ങളിൽ ഭ്രാന്ത് പിടിച്ച് പാഞ്ഞിട്ട് പുറത്തുനിന്ന് വരുന്ന ഡോളറിന്റെയും ഒക്കെ കൊഴുപ്പില് പാഞ്ഞു നടക്കുമ്പോൾ അവിടെയാണ് നമുക്ക് പ്രതികരിക്കേണ്ടി വരുന്നത്. നമ്മുടെ മക്കളെ സംരക്ഷിക്കാൻ 10ഉം പലതും ഇല്ല, സർക്കാർ പറഞ്ഞിട്ട് 1ഓ 2 ഉള്ളൂ, അവറ്റയുടെ കൈകൊണ്ട് വായിക്കരി ഇടാനുള്ള ഒരു അവകാശം, അത് മൗലിക അവകാശമാണ്, അത് മനുഷ്യാവകാശമാണ്. 1ഓ 2ഓ മക്കളെ പെറ്റിട്ടുണ്ടെങ്കിൽ പുന്നാമ നരകത്തിൽ നിന്ന് ത്രാണനം ചെയ്യേണ്ടവരാണ് ആ മക്കള്. അവരുടെ കൈ കൊണ്ട് ഒരു ഉരുള പിണ്ണച്ചോറ് ഉരുട്ടി വെക്കണം എന്നുള്ളത് ഓരോ തള്ളയുടെയും തന്തടിയും അവകാശമാണ്. അതല്ലേ തട്ടിപ്പറിക്കുന്നത്? അതല്ലേ ഈ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയിട്ട് തട്ടിപ്പറിക്കുന്നത്? തീർച്ചയായും അവിടെ എതിർക്കാൻ നമുക്ക് അവകാശമുണ്ട്. ഒരു ക്രിസ്ത്യാനിയെ മതം മാറ്റാൻ ഹിന്ദു ഐക്യവേദി പറയുന്നില്ല, ഒരു മുസ്ലിമിനെയും മതം മാറ്റാൻ ഹിന്ദു ഐക്യവേദി പറയുന്നില്ല. പക്ഷേ ഹിന്ദുവിന്റെ മേല് അതിനെ കച്ചവട ചരക്കായി കാണുന്നെങ്കിൽ ഹിന്ദു കച്ചവട ചരക്കല്ല. ഇവിടെ ഓരോ സാമുദായിക സംഘടനയും, അത് NSS ആകാം, SNDP ആകാം, വിശ്വകർമ്മ മഹാസഭയാകാം, ബ്രാഹ്മണ സഭയാകാം, എല്ലാവരും അവരവരുടെ സമാജത്തെ പറ്റിയിട്ട് കൂടുതൽ ബോധവാന്മാരായിട്ട് നമ്മൾ ഒറ്റക്കെട്ടായി നീങ്ങുന്ന ഈ സമയത്ത് ഇനി സ്വന്തം സമുദായത്തിൽ നിന്ന് ഒരാളെ പോലും ഇവർക്കാർക്കും വഞ്ചിച്ചും പറ്റിച്ചും കിട്ടില്ല എന്നുള്ളത് ഉറപ്പിക്കാനുള്ള സാമുദായിക പ്രവർത്തനമാണ് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകാൻ പോകുന്നത്. ഒരുപാട് അനുഭവിച്ചത് കൊണ്ടാണ് പറയുന്നത്. നമുക്കാരും ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, നമ്മുടെ ദൈവങ്ങളൊന്നും ഇലക്ഷന് നിൽക്കണമില്ല. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള നാണം കെട്ട കളികൾ, നെറികെട്ട കളികൾ ഇത് അവസാനിപ്പിച്ചേ പറ്റുള്ളൂ. അത് അവസാനിപ്പിക്കണമെന്ന് പറയാനുള്ള അവകാശം എനിക്ക് നിങ്ങൾക്കും ഉണ്ട്. നമ്മൾ അവരുടെ മക്കളുടെ കാര്യമല്ല, നമ്മുടെ മക്കളുടെ കാര്യമാണ് പറയുന്നത്. അത് പറയാനുള്ള അവകാശമുണ്ട്. എന്തിൻ്റെ പേരിൽ? ഒരു ധർമ്മം തെറ്റാണ് എന്ന് പറഞ്ഞ് നമുക്കിടയിലേക്ക് പാഞ്ഞു വരുന്നു. ഞങ്ങളുടെ എല്ലാ പ്രശ്നവും പരിഹരിക്കാം. കേൾക്കുമ്പോൾ സഹതാപം തോന്നും. എല്ലാ ധർമ്മങ്ങളോടുള്ള ബഹുമാനം നിലനിൽക്കുമ്പോഴും നമ്മുടെ വീട്ടിൽ കയറി വന്നിട്ട് എല്ലാ പ്രശ്നത്തിനുള്ള പരിഹാരം ഇതാണ്, എല്ലാ രോഗവും മാറ്റാൻ ഞങ്ങളുടെ കൂടെ വന്നാൽ മതി, എല്ലാ ദുരിതവും മാറ്റാൻ ഞങ്ങളുടെ കൂടെ വന്നാൽ മതി എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ കാണുന്നൊരു ചിത്രം വിരിയല്ല. എൻ്റെ മനസ്സിൽ അപ്പം എനിക്ക് തോന്നാറ് അങ്ങാടിയിൽ നിന്നിട്ട് കുപ്പിവെള്ളം കുലുക്കിയിട്ട് ചൊറി മുതൽ എയ്ഡ്സ് വരെ സർവറ്റിനുള്ള ഒറ്റമൂലി എന്ന് പറഞ്ഞിട്ട് ചില പാവങ്ങൾ അങ്ങ് ജഗതിയൊക്കെ ചില സിനിമയിൽ അവതരിപ്പിക്കുന്ന കഥാപാത്രമുണ്ട്. വയറ്റിപ്പഴപ്പിന് വേണ്ടിയിട്ടാണ്. വയറ്റിപ്പഴപ്പിന് വേണ്ടി ഏതെങ്കിലും കുളത്തിലെ കിണറ്റിലോ വെള്ളമാവും ആ പാവങ്ങൾ മുക്കി കൊണന്ന് അടച്ചു വെച്ചെന്ന്. എന്നാലും പറയും ഹിമാലയത്തിന്റെ മലനിരകളിൽ നിന്ന് ഇറങ്ങി വരുന്ന മറ്റത് മറച്ചത് ഇത് ചൊറി മുതൽ എയ്ഡ്സ് വരെയുള്ള സർവ്വരോഗവും ഇതിന്റെ ഒരു തുള്ളി തൊട്ടാൽ മതി, മാറും വരും ഞങ്ങളുടെ ധർമ്മത്തിലേക്ക് വന്നാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം. എവിടെയെങ്കിലും സാമ്യത തോന്നുന്നുവെങ്കിൽ അത് എൻ്റെ ഉള്ളിലെ വർഗീയവാദം കൊണ്ടല്ല, കാണിക്കുന്നതിൻ്റെ വിദ്യത്വം കൊണ്ടാണ്. എൻ്റെ ഉള്ളിലെ വർഗീയവാദം കൊണ്ടല്ല എനിക്ക് ആ സാമ്യം തോന്നുന്നത്. അതുപോലെയല്ല ഒരു മതത്തെ എത്തിക്കേണ്ടത്. മാർക്കറ്റ് പിടിച്ചടക്കിയ എന്തെങ്കിലും ഉൽപ്പന്നങ്ങൾ ഏറ്റിയിട്ട് നിങ്ങളുടെ വീട്ടിൽ വരും ആരെങ്കിലും? ചിന്തിച്ചു നോക്ക. അത് വാങ്ങണമെങ്കിൽ നിങ്ങൾ ഷോറൂമിൽ പോകണം. മാർക്കറ്റ് പിടിച്ചടക്കി ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങണമെങ്കിൽ ഷോറൂമിൽ പോകണം. അവിടെ ഒന്നെടുത്താൽ 2 ഫ്രീ ഒന്നുമില്ല, ഫിക്സഡ് റേറ്റ് അതുണ്ടാവും. അതാണ് കൊടുക്കുക, വാങ്ങിയിട്ട് പോരുക. ഒന്നെടുത്താൽ 2 ഫ്രീ തരണത് എന്തിനാ? ചെലവാകാത്ത ഉൽപ്പന്നങ്ങൾക്കാണ്. ചെലവാകാത്ത ഉൽപ്പന്നങ്ങൾക്ക്, ഗുണമേന്മയില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് ഒന്നെടുത്താൽ 2 ഫ്രീ. എന്ത് വേണമെങ്കിൽ തരും. അരി തരും, പയറ് തരും, പാൽപ്പൊടി തരും, അത് തരും, ഇത് തരും, കുട്ടിയെ കല്യാണം കഴിച്ചു തരും, വീട് കെട്ടിത്തരും, കാറ് മേടിച്ചു തരും. ഒന്നെടുത്താൽ 2 ഫ്രീ. വരും വന്ന് വാങ്ങും എന്ന് പറഞ്ഞ് ഒന്നെടുത്താൽ 2 ഫ്രീ എന്ന് പറയുന്നത് മനസ്സിലാക്കാം, ഉൽപ്പന്നം പരിചയപ്പെടുത്താനാണ്. നിങ്ങൾ പണമേ തരണ്ട, ഞങ്ങളുടെ സാധനം വാങ്ങിയാൽ ഞങ്ങൾ കാശ് അങ്ങോട്ട് തരാമെന്ന് പറയുമ്പോഴോ അതിനെന്തോ ചതിയുണ്ടെന്ന് ചിന്തിക്കണം. ഒന്നെടുത്താൽ 2 ഫ്രീ മനസ്സിലാക്കാം. ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്താൻ, വിൽപ്പന നാളെ ത്വരിതപ്പെടുത്താൻ ഒന്നെടുത്താൽ 2 ഫ്രീ. നിങ്ങൾ വാങ്ങിച്ചോ, നിങ്ങൾ കാശേ തരണ്ട, വേണ്ട ഞങ്ങൾ കാശ് അങ്ങോട്ട് തരാം. അവിടെ എന്തോ ചതിയുണ്ട്. ആ ചതിയാണ് എന്നെയും നിങ്ങളെയും ഈ മതം മാറ്റത്തിനെതിരെ വർഗീയമായി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്. ഇതിലെന്തോ ചതിയില്ലേ? പണം ഇങ്ങോട്ട് തന്നിട്ട് അങ്ങോട്ട് കൊണ്ടുപോണത്. നിങ്ങൾ പുറത്തുനിന്ന് വരുന്ന ഒരു 4 ഉണ്ടായതാ. ഉക്രൈനിൽ നിന്ന് വന്ന കുറച്ച് ആളുകൾക്ക് ഹിന്ദു ആവണമെന്നും പറഞ്ഞ് വന്നു ഒരു 17 ആള്. അവരെ ആരും ചാക്കിട്ടതൊന്നുമല്ല, അവരിങ്ങോട്ട് വന്നതാണ്. അവർക്ക് ഗുരുവായൂരൊക്കെ ഒന്ന് പോകണം, ഹിന്ദു ആകണം എന്നൊക്കെ പറഞ്ഞിട്ട്. എന്ത് ചെയ്യാം, കോഴിക്കോട് ആര്യ സമാജത്തിൽ പോയാൽ മതി, ഹിന്ദുവിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങാം, ഹിന്ദു ആകാം, ഇങ്ങോട്ട് വരാം. നമുക്കൊക്കെ ഒരു ധാരണ ഉണ്ടല്ലോ, ഈ സായിപ്പന്മാരൊക്കെ മുടിഞ്ഞ കാശുകാരാന്ന്, എൻ്റെ നാട്ടിൽ നിന്ന് വരുന്നവരൊക്കെ മുടിഞ്ഞ കാശുകാരാന്ന്. ചിലപ്പോൾ ചായക്ക് വഴിയില്ലാത്തവരും ഇവരുടെയിലുണ്ട്. അവിടെ ചെന്നപ്പോൾ 17 ആൾക്ക് ഹിന്ദു ആകാം, പ്രശ്നമൊന്നുമില്ല. 17,000 ഉറുപ്പ്യ കെട്ടിയേക്കണം.
17,000 ഉറുപ്പ്യ കെട്ടിവെച്ചാൽ 17 ആൾക്ക് ഹിന്ദു ആകാം. അത് ഷോറൂമിൽ വന്ന് വാങ്ങണതാ, ഫിക്സഡ് റേറ്റാ, ഗുണമേന്മ പിടിച്ചടക്കിയ മുതലാ, കാശ് അങ്ങോട്ട് കൊടുക്കാന്നല്ല. ഇവര് വന്ന് ഹിന്ദു ആവണമെങ്കിൽ 17,000 ഉറുപ്പ്യ കെട്ടിവെച്ചാൽ അവർക്ക് ഹിന്ദു ആകാം. അതിന്റെ ചടങ്ങുകൾ നടത്തി കൊടുക്കാൻ നിങ്ങൾക്ക് വേണേ മതി. അവിടെ വില പേശാനുള്ള അവസരം ഇല്ല. ഈ പാവങ്ങളുടെ ഒരു ഗതിയില്ല, കൊണ്ടുപോയവരെല്ലാം അത്രയും വരിയില്ല. അവസാനം പറഞ്ഞ് എന്നാ ശരി ദമ്പതിമാർക്ക് ഒന്നാക്കാന്ന് പറഞ്ഞു. 2 പേർക്ക് 500 രൂപയ്ക്ക്. അങ്ങനെ ആരുടെയൊക്കെയോ പോക്കറ്റ് തപ്പി എങ്ങനെയൊക്കെയോ ആക്കി ആ 17 പേരെ ഹിന്ദുവാക്കി ശുദ്ധീകർമ്മം ചെയ്ത് കൊണ്ടുവന്നു. മാർക്കറ്റ് പിടിച്ചടക്കിയ ഉൽപ്പന്നത്തിന്റെ സ്ഥിതി ഇതാ. പോക്കറ്റിൽ കാശില്ലെങ്കിൽ അവർ എരന്നിട്ടായാലും അത് വാങ്ങിയിട്ട്, എന്നാലും ആത്മാഭിമാനണ്ടേ. ഹിന്ദുവിന്റെ ആ ആത്മാഭിമാനല്ലേ നിങ്ങൾ പണയം വെപ്പിക്കുന്നത്? അരിയും പയറും തന്നിട്ട് തിന്നാൻ തരുന്നവൻ കുരയ്ക്കാൻ പറയുന്ന നായയുടെ അവസ്ഥയിലേക്ക് മാറ്റണത്. നായ എന്തിനാ കുരയ്ക്കണത്? യജമാനൻ തിന്നാൻ കൊടുക്കുന്നുണ്ട്. നായെ കണ്ട അതുകൊണ്ട് യജമാനെ കണ്ട വാലാട്ടണം. യജമാനന്റെ വീട്ടിലേക്ക് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ കുരയ്ക്കണം, കാരണം തിന്നാൻ കൊടുക്കണത് യജമാനാ. ഇതുപോലെ തിന്നാൻ തരുന്നതിന്റെ പേര് പറഞ്ഞിട്ട് ഞങ്ങളുടെ ദേവീ ദേവന്മാരെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എടുത്ത് കളയണമെന്ന് പറയണവര്. നമ്മൾ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോ നമ്മുടെ അമ്മ വിളിച്ച ദൈവത്തെ തള്ളിപ്പറയണമെന്ന് പറയുന്നവര്. അത് ചെയ്യുന്നവരുടെ ഉള്ളിലെ കണ്ണുനീരിന് ഇന്നല്ലെങ്കിൽ നാളെ മറുപടി പറയേണ്ടി വരും ദൈവസന്നിധിയിലെങ്കിലും നമ്മൾ വിശ്വസിക്കുന്നു. ഗതികേട് കൊണ്ടായിരിക്കും അവരത് ചെയ്യണത്. ഗതികേട് കൊണ്ട്, വിശ്വസിച്ചിട്ടല്ല. കാരണം നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ ഇവരുടെ ആരും ഒത്താശ കൊണ്ടല്ല. ആ പ്രസവ സമയത്ത് 1 മിനിറ്റ് ഓക്സിജൻ ഒന്നും കിട്ടിയില്ലെങ്കിൽ നമ്മുടെ സ്ഥിതി എന്താകുമായിരുന്നു? ചിന്തിച്ചു വെക്കുക. ഈ ദൈവത്തെ ഒന്നും വിളിച്ചിട്ടല്ല നമ്മൾ പുറത്തേക്ക് വന്നത്. അപ്പൊ തീർച്ചയായും ആ ദൈവങ്ങളെയൊക്കെ തള്ളിപ്പറയണമെന്ന് പറഞ്ഞപ്പോ നമ്മളെ അമ്മ വയറ്റിലിട്ടുകൊണ്ട് വിളിച്ച ദൈവങ്ങളെ, നമ്മൾ ഈ ഭൂമി കണ്ടിട്ട് വായിൽ അന്നം തേക്കുമ്പോൾ നമ്മൾ വിളിച്ച ദൈവങ്ങളെ, നമ്മൾ അക്ഷരം കുറിക്കുമ്പോൾ നമ്മൾ വിളിച്ച ദൈവങ്ങളെ, ഇതിനെയൊക്കെ തള്ളി പറയണമെന്നും വീട്ടിൽ നിന്ന് എടുത്തു കളയണമെന്നൊക്കെ പറയുമ്പോൾ ആ ഓരോ കുടുംബത്തിന്റെയും കണ്ണിന്ന് വീഴുന്ന ചോരയ്ക്ക് തീർച്ചയായും എല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ ദൈവസന്നിധിയിൽ ഉത്തരം പറയേണ്ടി വരുമെന്ന് വിശ്വസിക്കുന്നു. ഇനി മറ്റൊന്ന്, ഞങ്ങളുടെ വന്നാ സ്വർഗം കിട്ടുന്നു. ആട് തേക്ക് മാഞ്ചിയൻ നെറ്റ് മാർക്കറ്റ് മണി ചെയിൻ ഇതൊക്കെ പൊട്ടിയാൽ അറിയാം. ക്ലേശം കഴിഞ്ഞാൽ വിഡ്ഢിയായി എന്നറിയാം, കേസ് കൊടുക്കാം. ഇത് ഒരു നിവൃത്തിയില്ല, ചത്താലല്ലേ തരാന്ന് പറഞ്ഞത്. അവിടെ പോയ ആർക്കും തിരിച്ചു വന്നിട്ട് കേസ് കൊടുക്കാൻ പറ്റില്ലല്ലോ, ഞങ്ങൾക്ക് സ്വർഗം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ചത്താ സ്വർഗം തരാമെന്നാണ്. ചാവോളം ജീവിക്കണ്ടേ? ഹിന്ദുവായി ജീവിക്കുമ്പോൾ അതിനൊരു നരകമുണ്ടെങ്കിൽ വിഗ്രഹ ആരാധന നടത്തി, ബഹുദൈവ ആരാധന നടത്തി, പുനർജന്മത്തിൽ വിശ്വസിച്ച്, കർമ്മസിദ്ധാന്തത്തിൽ വിശ്വസിച്ച് ഞാനൊരു ഹിന്ദുവായി ജീവിക്കുന്നത് കൊണ്ട് ഹിന്ദുവിനൊരു നരകമുണ്ടെങ്കിൽ, അങ്ങനെ ഒരു നരകമുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, അതിലത്തെ ആദ്യത്തെ ആപ്ലിക്കേഷൻ ഞാൻ പൂരിപ്പിച്ചു കൊടുക്കാം. അതിലത്തെ അഡ്മിഷന് അത് കൊടുക്കാൻ തയ്യാറുള്ളവരായി ഇരിക്കുന്നവരൊക്കെ ഹിന്ദു ആയതുകൊണ്ട് ഒരു നരകം ഉണ്ടെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് അതിൽ അഡ്മിഷൻ മേടിക്കാം. പണ്ട് വിവേകാനന്ദ സ്വാമി പറഞ്ഞത് ധാരാളം കേട്ട് പരിചയമുണ്ടാവുമല്ലോ അല്ലേ? സമയം എനിക്ക് നിങ്ങൾക്ക് മുന്നിൽ ചോർന്നു പോയിക്കൊണ്ടിരിക്കുക, പറഞ്ഞേ പറ്റൂ. ഈ സ്വർഗം തരാമെന്ന് പറയുമ്പോൾ അതിന് എന്നും പ്രസക്തി ഉണ്ട്. നിങ്ങൾ തന്നെ ധാരാളം കേട്ടിട്ടുണ്ടാവും. വേറെ ഒന്നുമല്ല, വിവേകാനന്ദ സ്വാമിയോട് ഇതേമാതിരി ഇങ്ങനെ 2 പുറത്തുനിന്ന് ഇരുന്നിട്ട് മതം മാറ്റാനുള്ള ശ്രമമാണ് വിവേകാനന്ദ സ്വാമിയെ മതം മാറ്റാൻ. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഏത് വിവേകാനന്ദ സ്വാമി ആയാലും വേണ്ടിയില്ല, ആരെ ആയാലും വേണ്ടില്ല. അതിലേക്ക് കിടക്കണതിൻ്റെ മുമ്പേ നിങ്ങൾക്ക് ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. എനിക്ക് സാമാന്യം നല്ല ചീത്തപ്പേരുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വർഗീയവാദിയാന്നോ തീവ്രവാദിയാന്നോ ഒട്ടും മോശമല്ലാത്ത ചീത്തപ്പേരുണ്ട്. പക്ഷെ ഈ എന്നവര് എങ്ങനെ കാണുന്നു എന്നതിലേക്ക് നോക്കുക. ഞാൻ വണ്ടൂര്, മലപ്പുറം ജില്ലയിലെ മറ്റേ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ വാർഷികം മെയ് മാസം അവസാനം വണ്ടൂര് നടക്കുന്നു, മലപ്പുറത്ത്. ആ വണ്ടൂര് അങ്ങാടിയിൽ പോലീസ് സ്റ്റേഷന് സമീപത്ത് പൊതുയോഗം നടക്കുന്നു. ഇതുപോലെ അടച്ചിട്ട സ്ഥലത്തൊന്നുമല്ല, റോട്ടില് പൊതുയോഗം നടക്കുക. ക്ഷേത്ര സംരക്ഷണ സമിതി തന്നെ സംഘപരിവാറിൽപ്പെട്ട പ്രസ്ഥാനം. ആ സംഘപരിവാറിൽപ്പെട്ട പ്രസ്ഥാനത്തിന്റെ ജില്ലാ സമ്മേളനം നടക്കുന്നു. ഹിന്ദു ഐക്യവേദിയുടെ ഭാരവാഹിയായ സാമാന്യം ചീത്തപ്പേരുള്ള ഞാൻ സംസാരിക്കുന്നു. വേദിയിലും സദസ്സിലുമായിട്ട് RSSന്റെയും VHPയുടെയും BJPയുടെയും നേതാക്കളും അണികളും മലപ്പുറം ജില്ലയുടെ അണികളും അവിടെ ഉണ്ട്. എൻ്റെ പരിപാടി കഴിഞ്ഞ് ഞാൻ താഴത്തേക്ക് ഇറങ്ങി അങ്ങോട്ട് പോകാൻ നേരത്ത് വയറോളം താടി നീട്ടി വളർത്തിയ ഒരു ചെറുപ്പക്കാരൻ, എൻ്റെ മകൻ്റെ പ്രായമൊക്കെ ഉണ്ടാവുള്ളൂ, എന്നെ വന്ന് കണ്ടു, നീട്ടി ചിരിച്ചു. ഇവിടുന്ന് വട്ടാൻ വരാൻ നീണ്ട ചിരി. ഞാൻ അത്ര നീണ്ട ചിരിയൊക്കെ ആദ്യം കാണുക കേട്ടോ. എന്നിട്ട് ഒരു ബണ്ടിൽ എന്നെ ഏൽപ്പിച്ചു. ഞാനത് വാങ്ങി. ആരുടെയോ നല്ല കാലത്തിന് അത് അവിടുന്ന് തുറന്നു നോക്കിയില്ല, വീട്ടിൽ പോയി തുറന്നു നോക്കി. ബോംബൊന്നും അല്ല കേട്ടോ, പേടിക്കണ്ട. അതിലും വലിയ സാധന. അതിനകത്ത് കുറച്ച് നോട്ടീസ് ഉണ്ട്, കുറച്ച് പുസ്തകമുണ്ട്, 2 CD ഉണ്ട്. ഇതാണ് അതിൻ്റെ ഉള്ളിലുള്ള സാധനം. അപ്പോൾ ആദ്യം ലഘുലേഖയും പുസ്തകമൊക്കെ നോക്കി. മുഴുവൻ വായിക്കേണ്ട, ചില ഭാഗങ്ങളിൽ പച്ച മഷി കൊണ്ട് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മാത്രം വായിച്ചാൽ മതി. മുഴുവൻ വായിച്ചപ്പോൾ എനിക്ക് എന്ത് ബോധ്യമായി? അവിടെ ഞാൻ കണ്ടത് ആ പഴയ ആണ്ടിയെ
ഏതാണ്ടി? നമുക്കൊക്കെ അറിയണ ഒരു ആണ്ടി ഇല്ലേ? ആണ്ടിയുടെ തല്ല് കേമാണ് പറഞ്ഞു. ആരേ പറഞ്ഞു? ആണ്ടി തന്നെയാണ്. എൻ്റെ തല്ല് കേമ. ഹായ് എന്താ ഞാൻ ഒരൊറ്റ അടിക്ക്. ആരാ പറയണ? തല്ല് കൊണ്ടോനല്ല, തല്ലണ ആണ്ടിയെ പറയണ. എൻ്റെ തല്ലുണ്ടല്ലോ, എനിക്കൊത്ത അടിക്കാരൻ ഈ നാട്ടിലില്ല എന്ന് പറഞ്ഞ് നമ്മൾ നടക്കണം നമ്മുടെ പഴയ ആണ്ടിയെ. എന്താ? എൻ്റെ മതം കേമം, എൻ്റെ മതം കേമം, എൻ്റെ മതം കേമം, എൻ്റെ മതത്തിന് കൊമ്പുണ്ട്, തുമ്പിക്കൈയുണ്ട്, അതുണ്ട്, ടീച്ചറുടെ മതത്തിന് അതില്ല. ഇല്ല ഇല്ല, പോട്ടെ പോട്ടെ പോട്ടെ, എൻ്റെ മാത്രം. അതാണ് പച്ചമഷിയിൽ അണ്ടർലൈൻ ചെയ്തെന്ന്. മടുത്തപ്പോൾ അത് മാറ്റി വെച്ചു, CD എടുത്തിട്ടു. അത് എന്താണ്ടൊക്കെ എന്നെ നോക്കി പൊലമ്പി. അപ്പം ഞാനവിടെ കണ്ടത് ആ പഴയ കുറുക്കനെയാണ്. ഏത് കുറുക്കൻ? വാല് മുറിഞ്ഞ കുറുക്കനെ. കുറുക്കൻ്റെ വാല് മുറിഞ്ഞപ്പോൾ കുറുക്കൻ വികലാംഗനായി. ഇനി വാല് നീളുവോ? അത് ഈ ജമ്മല്ല, പല്ലിയുടെ മാത്രമേ വാല് നീളുള്ളൂ, കുറുക്കൻ്റെ വാല് നീളില്ല. അപ്പം ഇനി കുറുക്കൻ എന്താ വഴി വികലാംഗത്വം മറക്കാൻ? കാട്ടിലെ എല്ലാ കുറുക്കന്മാരുടെയും വാല് മുറിയണം. അപ്പം ഈ കുറുക്കൻ വികലാംഗനല്ലാണ്ടാവും. ഇതുപോലെ എന്നെ കുടുക്കിയ പോലെ ഏതോ താടിക്കാരൻ്റെ വഴിയിൽ പെട്ടിട്ട് മതം മാറിപ്പോയ ഒരു ഹതഭാഗ്യ നിന്നങ്ങനെ പൊലമ്പുന്നു എന്നെ നോക്കിയിട്ട്. ടീച്ചറുടെയും വാല് മുറുക്കി. കണ്ടോ വാല് മുറിഞ്ഞുകൊണ്ടുള്ള മെച്ചം? എൻ്റെ വാലിൻ്റെ തലപ്പത്തി ഇപ്പം കൊതുകടിക്കില്ല, എനിക്ക് വേഗം ആട്ടാൻ ടീച്ചർ നോക്ക് എന്ന് പറഞ്ഞ് മതം മാറാൻ എന്നെ പ്രോത്സാഹിപ്പിക്കണം. എനിക്ക് മതം മാറിയത് കൊണ്ട് ഇന്ന ഗുണമുണ്ടായി ഞാൻ ഇന്നെ എന്ന് പറഞ്ഞ് എന്നോട് കുറുക്കൻ്റെ വാല് മുറിഞ്ഞ കേമത്തങ്ങളെ അങ്ങനെ എഴുന്നള്ളിക്കണ കുറുക്കനെ കണ്ടു. ഇതാർക്ക് തന്നു? ഹിന്ദു ഐക്യവേദിയുടെ ഒരു ഭാരവാഹിക്ക്, സംഘപരിവാറിൻ്റെ ഒരു വേദിയിൽ വെച്ച്, അങ്ങാടിയിൽ വെച്ച്, ആയിരക്കണക്കിന് പ്രവർത്തകരുള്ള ഒരു വേദിയിൽ വെച്ച് എനിക്ക് തന്നെങ്കിൽ ഇവിടെ ഇരിക്കുന്ന രക്ഷിതാക്കൾ ചിന്തിക്കുക, നിങ്ങളുടെയൊക്കെ മക്കൾ ഈ വ്യവസ്ഥിതിയിൽ എത്രമാത്രം സുരക്ഷിതരാണെന്ന്. ഞാൻ പിച്ച വെച്ചത് ഹിന്ദു സംഘടനയിലാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കെണി എൻ്റെ കയ്യിൽ കിട്ടിയാൽ അതിനെ ഇട്ട് പൂട്ടാനുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. ഞാൻ പിച്ച വെച്ചത് ഹിന്ദു സംഘടനയിലായതുകൊണ്ട്. മറിച്ച് എല്ലാം ഒന്ന്, അതിൻ്റെ അർത്ഥം എല്ലാം കണക്കാന്നുണ്ട്. എല്ലാം ഒന്ന് മക്കളെ എന്ന വിശാല വീക്ഷണം മാത്രം പഠിപ്പിക്കണം. നമ്മുടെ മക്കൾക്ക് ഈ കെണിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ സാധിക്കുമോ? അവരെ പീഡിപ്പിച്ച് കൊണ്ടുപോകില്ല എന്ന് എന്താ ഉറപ്പ്? അപ്പം ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. സ്വർഗത്തിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി അങ്ങനെ നടക്കുക. അവിടെ വിവേകാനന്ദ സ്വാമിയുടെ കഥയ്ക്ക് പ്രസക്തിയുള്ളത്. വിവേകാനന്ദ സ്വാമിയുടെ 2 പുറവ്, ഒരുത്തിയിൽ പാതിരി, ഒരുത്തിയിൽ മൗലവി. കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ കപ്പലിൽ ദൂരെ സമയം പോണല്ലോ, വിമാനത്തിൽ കയറുന്നവരെ അങ്ങോട്ട് എത്തില്ലല്ലോ. അപ്പം ഇങ്ങനെ പല കൂട്ടം പറയാം. ഒരാൾ ക്രിസ്തു മതത്തിൻ്റെ മേന്മ, മറ്റേ ആൾ അപ്പുറത്തിരുന്ന മൗലവി. വിവേകാനന്ദ സ്വാമി ഒന്നും മിണ്ടാണ്ടിരിക്കുക. അവസാനിപ്പിക്കണം. കുറേ ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോൾ പാതിരി പറഞ്ഞു അത്രേ, എല്ലാ ക്രിസ്ത്യാനിയും സ്വർഗത്തിൽ പോകും, സ്വർഗരാജ്യം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുള്ളവർക്കാകുന്നു. ഉടനെ പാതിരി പറഞ്ഞു, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ, മുഹമ്മദ് അല്ലാതെ ഒരു ആരാധ്യനില്ല എന്ന് വിശ്വസിക്കുന്നവൻ, റംലാനിൽ നോമ്പെടുക്കുന്നവൻ, സക്കാത്ത് കൊടുക്കുന്നവൻ, ഇങ്ങനെ ഇസ്ലാമിൻ്റെ 5 സ്തംഭങ്ങൾ അനുഷ്ഠിക്കുന്നവനൊക്കെ സ്വർഗത്തിൽ പോകും. ദൈവത്തിൻ്റെ വലതുവശത്ത് എവിടെയാണ്ട് ഒരു സ്ഥലമുണ്ടല്ലോ, അവിടെ അവൻ ഇരിക്കുകയും ചെയ്യുന്നു. ഇത് കേട്ടപ്പോൾ വിവേകാനന്ദ സ്വാമി ആശ്വാസമായി എന്ന് പറഞ്ഞു. അപ്പം മൗലവിയും പാതിരി ഒരുമിച്ച്, നിങ്ങൾ പോകുന്നല്ല പറഞ്ഞത്, വേണ്ട. അപ്പൊ പാതിരിയോട് ചോദിച്ചു, എല്ലാ ക്രിസ്ത്യാനിയും പോകൂല സ്വർഗത്തിലേക്കേ ചോദിച്ചു. എല്ലാ ക്രിസ്ത്യാനിയും പോകുമെന്ന് പറഞ്ഞു. എല്ലാ ക്രിസ്ത്യാനിയും പോകും. ജനങ്ങളെ ചുട്ടുകൊന്ന, അല്ലെങ്കിൽ ഗ്യാസ് ചാമ്പറിലിട്ട് കൊന്ന ഹിറ്റ്ലർ അടക്കം, സ്റ്റാലിൻ അടക്കം എല്ലാ ക്രിസ്ത്യാനിയും പോയിക്കൊള്ളുന്നു. പാതിരിയോട് തിരിഞ്ഞു, അല്ല എല്ലാ മുസ്ലിമും പോകൂലോ അല്ലേ സ്വർഗത്തിലേക്ക്? പിന്നെന്താ? പ്രവാചകന്റെ കുടുംബത്തെ വെട്ടിയെരിഞ്ഞ കൊലപാതകികൾ വരെയുണ്ട്, അവര് വരെ പോകും സ്വർഗത്തിലേക്ക്. കാരണം അവർ വിചാരിച്ചിട്ടുണ്ട് ഇസ്ലാം പ്രവാചക കുടുംബത്തിൽ ഒരാളെ ബാക്കി വെച്ചിട്ടില്ല, മുഴുവൻ വെട്ടിയെരിഞ്ഞു അതിന് ശേഷം വന്നവര്. അപ്പോൾ അവരും പോകും സ്വർഗത്തിലേക്ക്, കാരണം അവർ ഇസ്ലാമാണ്, അതുകൊണ്ട് അവർ സ്വർഗത്തിൽ പോകുന്നു. ആ വിവേകാനന്ദ സ്വാമി ആശ്വാസമായി, ഇനി ആരെങ്കിലും ബാക്കിയാവുമോ എന്നുള്ളതായിരുന്നു. എന്താ ഇങ്ങനെ പറയണത്? ഒരു ഹിന്ദു പോവില്ല പറഞ്ഞു. വേണ്ട, നിങ്ങൾ 2 കൂട്ടരും മുഴുവനോടെ സ്വർഗത്തിൽ പോയാൽ ഞങ്ങൾക്ക് മനസമാധാനത്തോടെ ആ നരകത്ത് കഴിയാലോ എന്ന് വിചാരിച്ചിട്ടാണ്. മതം മാറ്റ ഭീഷണിയില്ലാതെ, തീവ്രവാദ ഭീഷണിയില്ലാതെ, മതപീഡനങ്ങളില്ലാണ്ട് കഴിയാലോ എന്ന് ചിന്തിച്ചു നോക്കുക. എത്രയും ജനകീയനായിട്ട് ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ച സ്വാമിജിക്ക് വരെ ഗതി കെട്ടപ്പോൾ പറയേണ്ടി വന്നു. ഇതാണ് നമ്മളെയും ഇത്തരത്തിൽ ചിന്തിപ്പിച്ചത്, നമ്മുടെ നട്ടെല്ലും ഉയർന്നത്. നമുക്ക് ലേശം വർഗീയതയൊക്കെ ആവാം എന്നുള്ളത് അതിൻ്റെ നാണോ മാനൊക്കെയാണ് പോയത്. പണ്ട് നാണിച്ച് വാതിലടച്ചിട്ട് നമ്മൾ പല കാര്യം പറഞ്ഞിരുന്നത്. പലതും കൊടുക്കുമ്പോൾ എന്താ നമ്മളോട് മാത്രം ഇങ്ങനെ, നമ്മൾ നേരെയാവില്ല, വാതിലടച്ച് പറഞ്ഞ് മടുത്തു. ഇനി ഞങ്ങൾക്ക് വാതിലടച്ച് കരയാൻ നേരമില്ല. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ഭേദവും മറന്നുകൊണ്ട് നമ്മളെവിടെ എത്തുന്നത്. എല്ലാ രാഷ്ട്രീയക്കാരനെയും വിശ്വസിച്ച് സ്വന്തം ഭാഗധേയം ഏൽപ്പിച്ചു കൊടുത്തവരാണ്. പക്ഷെ തിരിച്ച് എന്ത് കിട്ടി? ഹിന്ദുവിന് വേണ്ടി ഒരു വാക്ക് പറയാൻ,
ഹിന്ദുവിനെ എവിടെയെങ്കിലും മതം മാറ്റുന്നുണ്ടെങ്കിൽ, ഹിന്ദുവിന്റെ ആരാധനാ കേന്ദ്രങ്ങൾ തകർക്കുന്നുണ്ടെങ്കിൽ, അവന്റെ വിശ്വാസങ്ങൾ തെറ്റെന്ന് പറയുന്നുണ്ടെങ്കിൽ, നിങ്ങൾ മാർക്സിസ്റ്റുകാരുടെ അടുത്തേക്ക് പോയൊക്കെ, കോൺഗ്രസ്സുകാരുടെ അടുത്തേക്ക് പോയൊക്കെ, ഞങ്ങൾ ഈ നാട്ടുകാരെ അല്ല മാവിലായിക്കാരാന്ന് പറയും. അയ്യോ, ഇതൊന്നും ഞങ്ങൾക്ക് കേൾക്കാൻ വയ്യ. നിങ്ങൾ ആ ഹിന്ദു ഐക്യവേദിക്കാരെ വിളിക്കും, അല്ലെങ്കിൽ നിങ്ങൾ RSSകാരെ വിളിക്കും. വേണമെങ്കിൽ ഞങ്ങൾ നമ്പർ സംഘടിപ്പിച്ചു തരാം. അതെന്തേ ഹിന്ദുവിന്റെ വിഷയം മാത്രം അവർക്ക് ഏറ്റെടുക്കാൻ പറ്റാത്ത? ക്രിസ്ത്യാനിന്റെ വിഷയമാണെങ്കിൽ ഒരു ഏറ്റെടുക്കുമല്ലോ, മുസ്ലിമിന്റെ വിഷയമാണെങ്കിൽ ഒറീസയൊക്കെ ഏറ്റെടുത്തില്ലേ, അയോധ്യ ഏറ്റെടുത്തില്ലേ? അയോധ്യയിൽ പള്ളി പണിയാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇവരൊക്കെ കർഷകരെ അയച്ചു കൊടുക്കും അങ്ങോട്ട്. പള്ളി പണിയാനാവണമെന്നേ ഉള്ളൂ. ഇതാ ഈ രാമക്ഷേത്രത്തിന്റെ കാര്യം പറഞ്ഞു പോകരുത്. പള്ളിയുടെ ശ്രീരാമൻ ജനിച്ചെടുത്ത് പള്ളി പണിയാണെങ്കിൽ ഇടതും വലതും മുന്നിലുണ്ട്. ഇതെന്ത് മതേതരത്വ? ചിന്തിച്ചു നോക്ക. ഇത് പറഞ്ഞാൽ നമ്മൾ വർഗീയവാദിയാ. രാമക്ഷേത്രം എന്നൊരു വാക്ക് പറഞ്ഞാൽ പറഞ്ഞവൻ വർഗീയവാദിയാ. രാമരാജ്യം എന്ന് പറഞ്ഞാൽ എന്തേ ഇങ്ങനെ? അതിന് രാമൻ ജനിച്ചിട്ടുണ്ടോ? വേണ്ടപ്പാ, ചിന്തിക്കുക. രാമൻ ജനിച്ചിട്ടില്ല, രാമായണം നടന്നിട്ടില്ല. പക്ഷെ അതൊരു സാഹിത്യകൃതിയല്ലേ? ഇന്ത്യയിൽ ആദ്യ കാവ്യമല്ലേ രാമായണം? അതിലെ നായകനല്ലേ രാമൻ? എന്തേ ആ പരിഗണന ഇവിടുത്തെ സാഹിത്യകാരന്മാരോ ബുദ്ധിജീവികളോ രാഷ്ട്രീയക്കാരോ കൊടുക്കാത്തത്? എന്താ, പാലക്കാട് കിഴക്കൻ ഭാഗത്ത് ചിറ്റൂര് മേഖലയിൽ തസ്രാക്ക് എന്നൊരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിൽ ഇപ്പം ലക്ഷക്കണക്കിന് രൂപയുടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത്. എന്താ കാര്യം? അത് നമ്മുടെ OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവലിൽ പറഞ്ഞ ഭാഗമാണ്. ആ തസ്രാക്ക് എന്ന ഗ്രാമത്തിലാണ് ഖസാക്കിന്റെ ഇതിഹാസം എന്ന കഥ നടക്കുന്നത്. അതുകൊണ്ട് ആ ഖസാക്കിന്റെ ഇതിഹാസത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടാക്കുക. അതിലെ നായകൻ ഇറങ്ങിയ ബസ് സ്റ്റോപ്പും അദ്ദേഹം കണ്ട കാഴ്ചകളും ഒക്കെ ഖസാക്കിന്റെ ഇതിഹാസത്തിലെ രവി എന്ന നായകന് വേണ്ടിയിട്ട് ലക്ഷങ്ങൾ ചെലവഴിച്ച് തസ്രാക്ക് എന്ന ഗ്രാമത്തെ ഒരുക്കാമെങ്കിൽ ആദികാവ്യമായ രാമായണത്തിലെ രാമന് വേണ്ടിയിട്ട്, അതിൽ പറഞ്ഞ കഥാപാത്രത്തിന് വേണ്ടിയിട്ട് വെറും കഥാപാത്രം എന്ന് ചിന്തിക്കുക. എന്തേ ഉണ്ടാക്കണമെന്ന് തോന്നാഞ്ഞത്? അതിനുവേണ്ടി ഒരു വാക്ക് ലക്ഷങ്ങൾ തസ്രാക്കിൽ ചെലവഴിക്കുന്നു. ഈ ഖസാക്കിന്റെ ഇതിഹാസത്തിനനുസരിച്ച് ആ ഗ്രാമത്തെ മാറ്റുക. എന്തേ അയോധ്യയ്ക്ക് ആ പരിഗണന കൊടുക്കാത്തത്? മലയാളത്തിന്റെ പ്രിയപ്പെട്ട കഥാകാരി മാധവിക്കുട്ടി, ആ മാധവിക്കുട്ടിയുടെ കവിതകളിലൊക്കെ കഥകളിൽ നിറഞ്ഞു നിന്നുന്ന നീർമാതളം, തൻ്റെ വീട്ടുവളപ്പിലെ നീർമാതളം, ആ നീർമാതളം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അത് സർപ്പക്കാവടക്കുള്ള ഭൂമിയാ. എന്നിട്ട് കേരള സാഹിത്യ അക്കാദമി ഏറ്റെടുത്തത്. മറ്റേ മാധവിക്കുട്ടിയുടെ കഥകളിലും കവിതകളിലും നിറഞ്ഞു നിന്നൊരു നീർമാതളത്തിന് അനശ്വരത കൽപ്പിക്കാമെങ്കിൽ ആദികാവ്യമായ രാമായണത്തിലെ രാമന്, അദ്ദേഹത്തിന്റെ ജന്മസ്ഥാനത്തിന് എന്തേ അനശ്വരത പാടില്ല എന്നുള്ളത്? ഇപ്പോഴത്തെ കഥാപാത്രങ്ങളൊക്കെ ആകാം, ആദികാവ്യം പാടില്ല എന്നാണ്. ബേപ്പൂർ സുൽത്താൻ, മലയാളത്തിന്റെ അക്ഷരത്തിന്റെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ, അദ്ദേഹത്തിന്റെ മാംഗോസ്റ്റൈൻ മരം അദ്ദേഹത്തിന്റെ വീട്ടുവളപ്പില്, അദ്ദേഹത്തിന് ധാരാളം ഇന്നും സാഹിത്യ കുതുകികൾ അങ്ങോട്ട് ചെല്ലുന്നു മാംഗോസ്റ്റൈൻ മരത്തിന്റെ ചോട്ടിലേക്ക്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മാംഗോസ്റ്റൈൻ മരം അമരമാകണമെങ്കിൽ, അത് ശാശ്വതമായി നിലനിൽക്കണമെങ്കിൽ ചിന്തിക്കുക. നമ്മള് മാധവിക്കുട്ടിയുടെ നീർമാതളത്തിന് ഇന്നും വിലയുണ്ടെങ്കിൽ, ഖസാക്കിന്റെ ഇതിഹാസത്തിലെ തസ്രാക്കിന് വിലയുണ്ടെങ്കിൽ, ആദികാവ്യമായ രാമായണത്തിലെ നായകനായ രാമൻ എന്തേ വിലയില്ലാത്തത്? ആ രാമൻ എന്തേ സ്മാരകം വേണമെന്ന് പറയാത്തത്? അത് ഹിന്ദുവിൻ്റെ ആയതുകൊണ്ടാണ്. ഇവിടെയാണ് നമുക്കൊന്ന് തീരുമാനിക്കാം. വലിയ വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലേ? നമ്മൾ രാമനാമം ചൊല്ലുന്നുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സിൽ രാമനുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിൽ രാമായണം ഉണ്ടെങ്കിൽ, നമ്മുടെ ആത്മാഭിമാനം ഉജ്ജ്വലിപ്പിച്ചുകൊണ്ട് ഈ കാണുന്ന ഈ മാതൃക അയോധ്യയിൽ സ്ഥാപിതമാകുമെന്ന്, അതിനുവേണ്ടി സ്വന്തം ജീവൻ വരെ ബലിയർപ്പിക്കാന് നമുക്ക് സാധ്യമാകുമെന്ന്, അതിനുള്ള പ്രതിജ്ഞ എടുക്കാനാണ് നമുക്കിന്ന് സമയമായിരിക്കുന്നത്. അത് ഹിന്ദുവിൻ്റെ മനസ്സിൽ അത്തരത്തിലുള്ള ആത്മാഭിമാനം ഇനി ഉണർന്ന് പുറത്തു വരണം. ആ ഹിന്ദുവിൻ്റെ ഉണർവിൻ്റെ പ്രതീകമായിട്ട് അതവിടെ തെളിയണം. ഹിന്ദുവിനെ ഒന്നുമല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഈ വ്യവസ്ഥിതിക്കെതിരെ പുതിയൊരു നിയമം, സമയം കഴിഞ്ഞു പോയി, ഒരു തുടക്കം മാത്രം പറഞ്ഞുകൊണ്ട് പുതിയൊരു നിയമം ഹിന്ദുവിന് വേണ്ടി പടച്ചുണ്ടാക്കുന്നു. പോപ്പിന്റെ മാനസപുത്രിയായ സോണിയാഗാന്ധി അധ്യക്ഷയായിട്ടുള്ള നാഷണൽ അഡ്വൈസറി കമ്മിറ്റി, ദേശീയ ഉപദേശക സമിതി ഒരു ബില്ലുണ്ടാക്കുന്നു. അത് നിയമമാക്കിയാൽ ഞാനും നിങ്ങളും പുറം ലോകം കാണില്ല, നമ്മളൊക്കെ സ്ഥിരമായി ജയിലിലാകും. ഒരു സംശയവും വേണ്ട, കൂടുതൽ വിവരിക്കാൻ സമയമില്ല. അത് സാമുദായിക ലഹളകൾ നിയന്ത്രിക്കാനാണത്രേ. പ്രിവെൻഷൻ ഓഫ് കമ്മ്യൂണൽ ആൻഡ് ടാർഗറ്റഡ് വയലൻസ് എന്ന് പേരിട്ടിട്ടുള്ള ബില്ല് പശ്ചാത്തലത്തിൽ തയ്യാറായി ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ. ആ ബില്ലിന്റെ പ്രകൃതം ഒന്നാണ്, ഇവിടുത്തെ എല്ലാ ലഹളയ്ക്കും കാരണം ഹിന്ദുവാണെന്ന്. എല്ലാ ലഹള കൊണ്ട് ഹിന്ദു മിണ്ടിക്കൂടാ, ശ്വാസം വിട്ടുകൂടാ, അനങ്ങിക്കൂടാ, കയ്യാങ്യം കാണിച്ചുകൂടാ, റോട്ടിൽ കൂടെ നടന്നുകൂടാ, തൊഴുതുകൂടാ എന്ന് തുടങ്ങി ഏത് വേണമെങ്കിലും ഇനി മറ്റൊരു വിഭാഗക്കാർക്ക് നമുക്കെതിരെ കേസ് കൊടുക്കാം.
അതൊക്കെ അവിടെ മാറ്റി നിർത്തുക. അതൊക്കെ വക്കീലന്മാരുടെ ഹെഡേക്ക്, കേസിന്റെ നമ്മുടെ അല്ല, നമുക്ക് വിടാം. പക്ഷേ ഈ ബില്ല് നിയമമായതിനു ശേഷമാണ് മാറാട് സംഭവം നടന്നിരുന്നതെങ്കിൽ ഈ ബില്ലിലെ വ്യവസ്ഥയ്ക്കനുസരിച്ച് അവിടെ കൊല്ലാൻ വന്ന ഒരു അസ്കർ മരിച്ചിട്ടുണ്ട് കൂട്ടത്തില്. നമ്മളതിന് മറന്നിട്ടില്ല. 9 ആളാ മാറാട് മരിച്ചത്. അതിൽ ഒന്ന് കൊല്ലാൻ വന്ന അസ്കറ, പരപ്പനങ്ങാടിക്കാരൻ. അവിടെ വരേണ്ട ഒരു കാര്യമില്ല, കൊല്ലാൻ വേണ്ടി വന്നതാ. കൊല്ലാൻ വേണ്ടി വന്ന അസ്കർ കൂട്ടുകൊലയാളികളുടെ കയ്യിൽ നിന്നുള്ള ആളറിയാതെ വെട്ടിയിട്ട് അസ്കർ മരിച്ചു. ഈ ബില്ലിന് ശേഷമാണ് നിയമം. ഇത് മാറാട് സംഭവം നടന്നെങ്കിൽ അസ്കറിന് 10 ലക്ഷം നഷ്ടപരിഹാരം കിട്ടും. കാരണം അസ്കർ ന്യൂനപക്ഷ. ബാക്കി മരിച്ചവർക്ക് ശവം കിട്ടും, കുടുംബാംഗങ്ങൾക്ക്. അതാരും കൊണ്ടുപോവില്ല. ആ ശവം കിട്ടും. 5 പൈസ നഷ്ടപരിഹാരത്തിന് വിലയില്ല, വിധിയില്ല. സാമുദായിക ലഹളകളിൽ ന്യൂനപക്ഷങ്ങൾ മരിച്ചാൽ 10 ലക്ഷം കൊടുക്കാനാ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. ഭൂരിപക്ഷം മരിച്ചാൽ വലിച്ചു കുഴിച്ചിട്ടോളാൻ. ഇതെന്താ സൗദി അറേബ്യ? മനുഷ്യന്റെ ജീവന് മതം പറഞ്ഞ് വിലയിടാൻ കഴിഞ്ഞില്ല. ബലാത്സംഗ കേസിൽപ്പെട്ടാലോ? ഒരു ഹിന്ദു സ്ത്രീയെ 200 ആൾ കൂടി കൂട്ട ബലാത്സംഗം ചെയ്താലും അവൾ വേണേ ആത്മഹത്യ ചെയ്തോട്ടെ, പ്രശ്നമൊന്നുമില്ല. അതേസമയം ഒരു ന്യൂനപക്ഷത്തെയാണെങ്കിൽ, ഒരു മുസ്ലിം സ്ത്രീയെ, ഒരു ക്രിസ്ത്യൻ സ്ത്രീയാണെങ്കിൽ, പണ്ട് കോളേജിലൊക്കെ ഉണ്ടല്ലോ ഒരു സൈറ്റടി അല്ലേ, വന്ന ആളെ ഏമാക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകളെ കണ്ടാൽ ഒരു സൈറ്റടി, ഒരു കണ്ണടച്ചിട്ട് പറയണ വീരന്മാരൊക്കെ ഇപ്പോഴും ഉണ്ടാവും. അങ്ങനെ ഒന്ന് സൈറ്റ് അടിച്ചാൽ മതി, ഒന്നും ചെയ്യണ്ട, മേല് തൊടണ്ട, ഒന്ന് സൈറ്റ് അടിച്ചാൽ മതി, കേസ് കൊടുക്കാം. നിങ്ങൾ അകത്തുപെടും. കഴിഞ്ഞില്ല. മുസ്ലിമിനെയോ ക്രിസ്ത്യാനിയോ ആണ് ബലാത്സംഗം ചെയ്തു എന്ന് ആരോപിക്കപ്പെട്ടതെങ്കിൽ 5 ലക്ഷം റുപ്യ നഷ്ടപരിഹാരം തരും. ഇന്നാളൊരു അഡ്വക്കേറ്റ് ഇതിനെപ്പറ്റി ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞത്, ഇത് നിയമമായാൽ ഇവിടെ പലരും എന്നെ ഒന്ന് ബലാത്സംഗം ചെയ്ത് കാട്ടുന്ന് പറഞ്ഞിട്ട് ലോട്ടറി അടിച്ച പോലെ നിൽക്കുന്നു. കാരണം 5 ലക്ഷം കിട്ടേ. എന്തിനാ ഇനി വിൽക്കാൻ പോണത്? എന്തിനാ ഇനി മറ്റു പല ഇതിനൊക്കെ പോണത്? മറ്റല്ല ലൈംഗിക തൊഴിലാളികളെന്ന് പറഞ്ഞൊരു വിഭാഗമൊക്കെ ഉണ്ട്, അതൊക്കെ ഇനി ഉപേക്ഷിക്കാം. ആരെങ്കിലും വഴി കൂടി പോകുന്നവൻ എന്നെ കയറി എന്ന് വിട്. 5 ലക്ഷം ലോട്ടറി ഇന്ത്യ ഗവൺമെന്റിന്റെ വകയായിട്ട്. ചിന്തിക്കൂ, ഈ ബില്ല് നിയമമാവുകയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾ അമ്മമാർക്ക്, ഇവിടെ കൂടിയ സഹോദരന്മാരോട് നെഞ്ചു പൊട്ടിക്കൊണ്ട് ചോദിക്കാനുള്ളത്, ഞങ്ങളുടെ മാനത്തിന്, ഞങ്ങളുടെ ചാരിത്രത്തിന് പുല്ല് വില പോലും കൽപ്പിക്കാത്ത ഈ ബില്ല് നിയമമാവുകയാണെങ്കിൽ ചിന്തിക്കുക. അതിൽ നിങ്ങളുടെ അമ്മയുടെ മാനമുണ്ട്, നിങ്ങളുടെ സഹോദരിയുണ്ട്, ഭാര്യയുടെ ഉണ്ട്, മകളുടെ ഉണ്ട്. ഹിന്ദു ആയിപ്പോയി എന്ന ഒറ്റ കാര്യം കൊണ്ട് കാമഭ്രാന്തന്മാർക്ക് പിച്ച് ചീന്തി എറിയാനുള്ളതാണ് നിങ്ങളുടെ അമ്മയെങ്കില്, നിങ്ങളുടെ സഹോദരിയെങ്കില്, നിങ്ങളുടെ ഭാര്യയെങ്കില്, നിങ്ങളുടെ മകളെങ്കില്. അവിടെ ഉണരാത്ത ആത്മവീര്യമിനി നമ്മളിൽ ഉണ്ടാകൂ. അതുകൊണ്ട് തീരുമാനിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ബില്ല് സോണിയാഗാന്ധിയുടെ അടുക്കളയിൽ ചായക്ക് തീപ്പൂട്ടാനല്ലാതെ ഇവിടുത്തെ പാർലമെന്റിൽ അവതരിപ്പിക്കുകയോ പാസാക്കുകയോ ചെയ്താൽ അത് ഇവിടുത്തെ മതേതരത്വത്തിന്റെ അവസാനത്തെ പെട്ടിയിൽ ആണിയടിക്കലായിരിക്കുമെന്ന്. പിന്നെ നമുക്ക് മതേതരത്വം വേണ്ട, പിന്നെ ഈ മണ്ണിൽ മതേതരത്വം വേണ്ട. ഒരൊളിവും മറവും കൂടാതെ നമുക്ക് പറയാം, ഈ മണ്ണിൽ പിന്നെ മതേതരത്വം വേണ്ട. ഇവിടുത്തെ 540 MP ആ ബില്ലിൽ അനുകൂലമായ ഭൂരിപക്ഷ തീരുമാനം ഉണ്ടാക്കിയാല് 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രി പിറന്നു വീണ ഈ മതേതര രാജ്യത്തിന്റെ അവസാനമായിരിക്കും അത്. പിന്നെ ഈ മണ്ണ് മതേതര രാജ്യമല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാനുള്ള ഇച്ഛാശക്തി ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച പശ്ചിമ കൊച്ചിയിലെ ഹിന്ദു സമാജത്തിനും ഉണ്ടാകും എന്ന ഉത്തമ വിശ്വാസത്തോടുകൂടി ഒരിക്കൽ കൂടി ജാതി ഭേദം മറന്ന്, രാഷ്ട്രീയ വ്യത്യാസം മറന്ന് ഹിന്ദുവായി ഒഴുകിയെത്തിയ ഈ ജനക്കൂട്ടത്തെ കണ്ടതിനുള്ള സന്തോഷവും നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. വന്ദേ മാതരം.